ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാറായിട്ടുള്ള ഈ വിറ്റാറയെ പറ്റിയിട്ടാണ്. ഇന്ന് എൻ്റെ കൂടെ ഇതിൻ്റെ ഓണറായിട്ടുള്ള ഗിരീഷ് ഏട്ടനാണ് ഉള്ളത്. സോ ഈ വാഹനം എടുത്തിട്ട് ഏകദേശം ഒരു മാസമായിട്ടുണ്ട്. ഈ മാസം കൊണ്ടുള്ളൊരു ഷോർട്ട് ടേം റിവ്യൂ ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, പേര്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. എൻ്റെ പേര് ഗിരീഷ്. ഞാൻ KICBയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NC ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ കളമശ്ശേരിയിൽ വർക്ക് ചെയ്യുന്നു. കളമശ്ശേരി ട്രാൻസ്മിഷൻ കൺസ്ട്രക്ഷൻ ആണ്, ഡിപ്പാർട്ട്മെന്റിലാണ്. ഇപ്പോൾ മുൻപ് യൂസ് ചെയ്തിരുന്ന വണ്ടി ഏതാണ്? എന്തുകൊണ്ടാണ് അത് മാറ്റി ഒരു EV-ലോട്ട് വരണം എന്നുള്ളൊരു തോന്നല് വന്നത്? ഞാൻ പൊതുവെ എൻ്റെ കുടുംബം മാരുതി ഫാനാണ്. ശരി. ബൈക്കാണെങ്കിൽ ഹീറോ ഫാം. എൻ്റെ വീട്ടിലുള്ള എല്ലാ ബൈക്കുകളും മീൻസ് ഞാൻ മാറിയ ബൈക്കുകളും 2 വീലറുകളെല്ലാം ഹീറോ ആണ്. ഹീറോയിൽ തുടങ്ങിയ ഇപ്പോഴും ഹീറോ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ശരി. കാറുകള് മാരുതി ആയിരുന്നു ആദ്യം. ഒരു ഞാനെടുത്ത ആൾട്ടോ, ദെൻ ഡിസയർ, ദെൻ XL6, ഈ വിറ്റാര. ഓരോ പ്രാവശ്യം നമ്മുടെ കുട്ടികളുടെ വളർച്ച അനുസരിച്ചിട്ടാണ് ഈ കാറുകളുടെ മാറ്റം വന്നത്. കുട്ടികൾ ചെറുതായിരുന്നപ്പോ ഡിസയറിൽ ബാക്ക് സീറ്റിൽ കിടത്തി ഉറക്കി കൊണ്ടുപോകാണ് യാത്ര. വൈഫ് ഹൗസ് ട്രിവാൻഡ്രത്താണ്, വൈഫിന്റെ ചേച്ചി ബാംഗ്ലൂരാണ്. അപ്പൊ ഈ യാത്രകളിലെ കുട്ടികളെ കിടത്തി ഉറക്കി കൊണ്ടുപോകും. അപ്പൊ അവർ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോഴും ഒരു 6 years കഴിഞ്ഞപ്പോൾ ഡിസയർ മാറി XL6ലേക്ക് വന്നു. അതൊരു വലിയ വണ്ടിയാണല്ലോ. വലിയ വണ്ടിയാകുമ്പോൾ ലോങ് ട്രിപ്പ്, ബാംഗ്ലൂർ ട്രിപ്പ് ഉണ്ടായിരുന്നു സ്ഥിരം. അപ്പോൾ കുട്ടികളെ ബാക്കിൽ കിടത്താൻ രണ്ട് റോയിലായിട്ട് കിടത്തി ഉറക്കി കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോഴേക്കും എനിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് കുറേ അധികം ദൂരം കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയായിരുന്നു XL6. അത് കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ XL6 ഒരു 5 year കംപ്ലീറ്റ് ആയി. അപ്പോഴാണ് മാരുതി ആക്ച്വലി എനിക്ക് EV-യോട് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. കാരണം ഞാൻ EV കണ്ടതൊക്കെ ഈ വഴി ഇതാണ്. എൻ്റെ ഓഫീസിന് തൊട്ടടുത്ത് ചാർജ് ഇല്ലാതെ കിടക്കുന്നതും, രാത്രി വൈകിട്ടും കൊച്ചുങ്ങളൊക്കെ ആയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് EV-യോടൊരു ഇഷ്ടമില്ലായ്കയായിരുന്നു. അതുപോലെ 2 യാത്രയാണ് ഞാൻ EV-യിൽ ലോങ് ട്രിപ്പ് ചെയ്തത്. 2 പ്രാവശ്യവും 3 മണിക്ക് തിരിച്ചെത്താമെന്ന് പറഞ്ഞു പോയി ഞാൻ തിരിച്ചെത്തിയത് രാത്രി 12 മണിക്കാണ്. ചാർജ് പോയത്. ഏതായിരുന്നു വണ്ടി? ടിയാഗോ ആണോ അതോ മറ്റേ ടിഗോർ? എന്താണ് പ്രശ്നം ചാർജ് ഇല്ല. നമ്മള് 200-250 മീറ്റർ പോവും എന്നുള്ള, ഈ കിലോമീറ്റർ പോകുമെന്ന് വിചാരിച്ചിട്ട് യാത്ര ചെയ്ത് അവിടെ ചെന്നപ്പോഴേക്കും ചാർജ് തീർന്നു. പിന്നെ നമ്മൾ KICBN ആയതുകൊണ്ട് ഓരോ സ്ഥലത്ത് ചോദിച്ച് ചെന്ന് ചാർജ് ചെയ്ത് ആണ് എത്തിയത്. എന്നിട്ടും രാത്രി 12 മണിയായി. ചാർജിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ EV-ക്ക് എതിരായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഇതായിരുന്നു, പോളിസി ഇതായിരുന്നു, EV-ക്ക് മുടക്കുന്ന. അന്ന് EV-യും നോർമൽ വണ്ടിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ ഡിഫറൻസ് പൈസ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലോൺ അടച്ച് തീർക്കാം. നോർമൽ വണ്ടി ഓടിക്കാന്നല്ല, പെട്രോൾ അടിക്കാന്നുള്ളതായിരുന്നു. പിന്നെ എൻ്റെ വണ്ടി XL6 ആയിരുന്നു. ലോങ് ട്രിപ്പ് ഉള്ളതുകൊണ്ട് അതെനിക്ക് അത്യാവശ്യമായിരുന്നു. ഒരു 2 കുട്ടികളെയും കിടത്തി ഇറക്കി പോകാൻ. പിന്നെ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ കുറച്ച് സേഫായിട്ട് ഫാസ്റ്റായിട്ട് പോകാൻ വേണ്ടിയുള്ള വണ്ടിയായിരുന്നു. അതിന് ശേഷമാണ് മാരുതി EV ഇറക്കുന്നത്. ആക്ച്വലി ഞാനൊരു നെക്സ്റ്റ് വേരിയന്റ് ഹൈബ്രിഡ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോഴാണ് മാരുതി EV ഇറക്കി. അത് ഷോറൂമിൽ ചെന്ന് നേരെ കാണാൻ പറ്റിയതും ഫീച്ചേഴ്സ് ഫസ്റ്റ് ഫീച്ചർ ഇതിന്റെ മൈലേജ് ആണ് പറയുന്നത്. കാര്യം ലാബ് ടെസ്റ്റിംഗ് മൈലേജ് ആണെങ്കിലും 543 എന്ന് പറയുന്നൊരു നല്ല മൈലേജ് ആണ് ബാക്കി ഏത് വണ്ടിയേക്കായും. അതെ, അതേപോലെ 61 kW ബാറ്ററി ഒക്കെ വരുമ്പോൾ നല്ല ഒരു ഇമേജ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ച് ആങ്സൈറ്റി എന്നുള്ളത് ഈ 500 കേട്ടപ്പോഴത്തേക്കും ആ റേഞ്ച് ആങ്സൈറ്റി എന്നുള്ളത് മൈൻഡിൽ പോയി. കാരണം നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർ പോകണമെങ്കിൽ ഒരു 3 സ്റ്റോപ്പ് ഉണ്ടാവും. രാവിലെ ചായ, ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം ചായ. ഈ 3 ഇതിലെ ഏതെങ്കിലും ഒരു തവണ ജസ്റ്റ് ടോപ്പ് അപ്പ് ചെയ്താൽ എനിക്ക് ബാംഗ്ലൂർ എത്താം. ട്രിവാൻഡ്രത്ത് എനിക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള റേഞ്ച് ഉണ്ട്. ആക്ച്വലി മാരുതി എന്നൊരു ബ്രാൻഡ് അത് ഷുവർലി അതായതുകൊണ്ട് എടുത്തു അല്ലെ. അപ്പൊ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ, എന്താണ് ഈ മാരുതി ആയിട്ടുള്ള ഒരു ഒബ്സഷൻ എന്ന് പറയാനുള്ള റീസൺസ് എന്താണ്? മാരുതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് ഒരിക്കലും വഴി കിടക്കേണ്ടി വരില്ല. റിലയബിൾ ആണ്. റിലയബിൾ ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് പണ്ട് മാരുതി ആണെങ്കിലുണ്ടല്ലോ തൊട്ടപ്പുറത്ത് ഒരു 2 കിലോമീറ്റർ ഒന്ന് കൂക്കി വിളിച്ച ഒരു മെക്കാനിക്കിനെ കിട്ടും, മാരുതിയുടെ മെക്കാനിക്. നിങ്ങൾ ഏത് ന്യൂ ജനറേഷൻ വണ്ടിയാണെങ്കിലും, അത് ഇപ്പൊ ടൊയോട്ട ആണെങ്കിൽ കളമശ്ശേരി വരെ എത്താതെ സാധനം സർവീസ് ഇല്ല. മഹീന്ദ്ര ആണെങ്കിൽ തൃശ്ശൂർ വരെ എത്തണം. അതേപോലെ സർവീസ് സെന്ററുകൾ, സർവീസ് കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ്, അതുകൂടെ നമ്മുടെ വെളിപ്പുറത്ത് എത്തുന്ന സർവീസ് ടെക്നീഷ്യൻസ്. എന്ന് വെച്ചാൽ ഞാനൊരിക്കൽ തൃശ്ശൂർക്കൊരു ലോങ് ട്രിപ്പ് പോയപ്പോൾ അതിന് ചെറിയ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചത് കളമശ്ശേരിലാണ്, പക്ഷെ എന്നെ അറ്റൻഡ് ചെയ്തത് തൃശ്ശൂർ ആ സ്പോട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് എന്നെ അറ്റൻഡ് ചെയ്ത് നമ്മളെ വിളിച്ചുകൊണ്ടുപോയി അവിടെ ഷോറൂമിൽ കൊണ്ടുപോയി. അവരാ മൈനർ കംപ്ലൈന്റ് ആയിരുന്നു, നമ്മൾ വെയിറ്റ് ചെയ്ത് ഇത് ചെയ്ത്. പിന്നെ അങ്ങനെയുള്ള സർവീസ് കോസ്റ്റും റിലയബിലിറ്റിയും ഒരു മാരുതി ഫാൻ ഉള്ള. അതെ, മാരുതി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിലേക്ക് ഓടിയെത്താന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റില്, എന്നാ എവിടെ നോക്കിയാലും സർവീസ്, നമ്മൾ പറയും ഏത് പെട്ടിക്കട പോയാലും സ്പെയർ പാർട്സ് കിട്ടും വിത്ത് അഫോർഡബിൾ റേറ്റ്. അതെ, മൈലേജ് ഉണ്ടാവും വണ്ടിക്ക് ഈ പറയുന്ന പോലെ. അതുപോലെ തന്നെ സർവീസും വലിയ കാര്യമായിട്ട് റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് മാരുതി ഇന്നും നമ്പർ 1 ആയിട്ട് നമ്മുടെ ICE സെഗ്മെന്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ EV-ലോട്ട് ഇപ്പൊ ഈ വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ട് EV-യിലേക്ക് മാറി വേറെ വണ്ടികൾ ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടില് ഓൾറെഡി ഓടിത്തെളിഞ്ഞ റെപ്യൂട്ടേഷൻ EV സെഗ്മെന്റിൽ എടുത്ത കുറെ ബ്രാൻഡുകളുണ്ട്. ലൈക്ക് ഇപ്പൊ BYD എടുത്തു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഹ്യുണ്ടൈ എടുത്തു കഴിഞ്ഞാൽ മഹീന്ദ്ര, MG, ഇങ്ങനെയൊക്കെ ബ്രാൻഡുകളുണ്ട്. അപ്പൊ നമ്മുടെ മാരുതിയുടെ ഉള്ള ഓരോരോ ഒബ്സഷൻ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ആ ബ്രാൻഡിലേക്ക് സ്റ്റിക്ക് ചെയ്തത്. അതൊന്ന്. 2, നിങ്ങൾ ഈ ഇതേ ഫീച്ചറുള്ള വേറെ വണ്ടികൾ എടുക്കുക, ഡിഫറൻസ് ഇൻ കോസ്റ്റ് നോക്കുക, മിനിമം 5 ലക്ഷം രൂപയെങ്കിലും കൂടുതലുണ്ട്. ഇതേ ഫീച്ചറുള്ള വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഏതാണ്? അതിനകത്തിപ്പോ ഉള്ള സേഫ്റ്റിയുടെ എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. 6 എയർ ബാഗ് ഉണ്ട്, 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, അഡാസ് ലെവൽ 2 അഡാസ് ഉണ്ട്. പിന്നെ ഈ സ്റ്റിയറിംഗ് കൺട്രോള്, ലൈൻ ഡിസ്പേഴ്സൺ, ADAS-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല. അത്തരം കാര്യങ്ങളുള്ള ഇതേ സൈസിലുള്ള ഒരു വണ്ടി എത്ര രൂപയ്ക്ക് കിട്ടും? മിനിമം 28 ആണ്. അതെ. പിന്നെ വണ്ടിയുടെ വിലയൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല മറ്റു വണ്ടികളുടെ. മാരുതിക്ക് വിറ്റാരം ഇറക്കുന്നോ, മാരുതിക്ക് വണ്ടി ഇലക്ട്രിക് വണ്ടി റേഞ്ച് കാര്യങ്ങൾ അറിഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം. ആക്ച്വലി അത് തന്നെയാണ്. പക്ഷെ മാരുതിയോടുള്ളൊരു ഇപ്പൊ മാരുതി ആവുമ്പോ നമുക്ക് ഈ സാധനം സർവീസ് ചെയ്യാൻ ഇവിടുന്ന് അങ്ങ് എവിടെ പോയാലും സർവീസിങ്ങോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവര് അത് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുമ്പൊക്കെ ഒരു ഇലക്ട്രിക് വണ്ടിയും അതിന്റെ പെട്രോൾ കൗണ്ടർ പാർട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ലക്ഷമെങ്കിലും മിനിമം ഡിഫറൻസ് ഉണ്ടാകും എന്നുള്ളതായിരുന്നു അഭിപ്രായം. പക്ഷെ ഇപ്പൊ മാർക്കറ്റ് കംപ്ലീറ്റ്ലി മാറി ഇല്ലേ? ഇപ്പൊ ഈ പറയുന്ന പോലെ മുമ്പ് ഉണ്ടായിരുന്ന പോലെ മറ്റേത് നമ്മളൊരു പെട്രോൾ വണ്ടി ഒരു ഓട്ടോമാറ്റിക് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോ 10-12 ലക്ഷം വരുമ്പോഴത്തേക്കും EV നമ്മൾ നോക്കുമ്പോൾ ഒരു 17-18 വരെ. പക്ഷെ ഇപ്പോ ഓൾമോസ്റ്റ് ആ ഗ്യാപ്പ് വളരെ കുറഞ്ഞു. ഇപ്പൊ MG വിൻസർ ആണെങ്കിലും അത് കഴിഞ്ഞിറങ്ങിയ പല വണ്ടികളായത് വന്നതിന് ശേഷം കോമ്പറ്റീഷൻ ഒരുപാട് കൂടി. അതായത് നമുക്ക് ആ വണ്ടി ഒരു 10-16 ലക്ഷത്തിലോട്ടൊക്കെ ഇലക്ട്രിക് വണ്ടി നമ്മൾ പ്രതീക്ഷിക്കാതെ എത്തി. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ യോജിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഞാൻ പണ്ട് കാൽക്കുലേഷൻ ചെയ്തിരുന്ന എന്റെ സുഹൃത്ത് മറ്റേ നെക്സൺ എടുത്തു കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ നെക്സൺ നോർമൽ വണ്ടി എടുത്തത് തന്നെ ഈ കാൽക്കുലേഷനിലാണ്. കാരണം പുള്ളിക്കാരന്റെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഇതിന് കൊടുക്കുന്ന എക്സ്ട്രാ പൈസ ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ലോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 6 ലക്ഷത്തിനടുത്ത് വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന്. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഈ പെട്രോളിന്റെ പൈസ കൂടിയത് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മളൊരു വലിയ വണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് മൈലേജിന്റെ പ്രശ്നം കാണും. പിന്നെ അതുകൂടാതെ ഇപ്പൊ E20 പെട്രോൾ വന്നതോടുകൂടി ഒരു 10% മൈലേജ് എല്ലാ വണ്ടിയിലും കുറഞ്ഞിട്ടുണ്ട്. നമ്മള് E20 ഒക്കെ മാറി 100 ആവാൻ പോവാണ്. അപ്പൊ മൈലേജ് പറയുന്നത് നമ്മള് നമ്മള് നമ്മുടെ പെട്രോൾ അടിക്കുന്ന ഒരു ശാസ്ത്രജ്ഞ നമ്മള് ലിറ്ററിലല്ല അടിക്കുന്നത്, നമ്മൾ പൈസക്കാണ് അടിക്കുന്നത്. 1000 rupees 2000 rupees പറഞ്ഞിട്ട്. അപ്പൊ ഇത് അടിക്കുമ്പോ വരുന്ന കുറവ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഈ E20 വന്നതിന് ശേഷം ഇപ്പൊ 100-120 ഓടിക്കൊണ്ടിരുന്ന വണ്ടി
80, 100 ആ രീതിയിലേക്ക് 10% മൈലേജ് കുറഞ്ഞിട്ടുണ്ട്. മൈലേജ് കുറഞ്ഞ മാത്രമല്ല കംപ്ലൈന്റുകളും തീപിടുത്തങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ ആളുകൾ സംസാരിക്കട്ടെ, അത് പറയുന്നതല്ല. പക്ഷെ മൈലേജ് എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി മാറ്റാൻ സമയമായെന്ന് നമ്മള് 5 വർഷം 6 വർഷം കൊണ്ട് നമ്മൾ വണ്ടിയുടെ ഇത്. അപ്പൊ ഈ വണ്ടി എടുക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ വണ്ടി ഇപ്പൊ കഴിഞ്ഞ വണ്ടി 5 വർഷം ആയി. 5 വർഷം ആവുന്ന സമയത്ത് നമ്മളിതിന്റെ റീസെയിൽ ചോദിച്ചപ്പോ നല്ലൊരു വിലയാണ് അവര് ഓഫർ ചെയ്തത്. നല്ലൊരു വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ 9.65 lakhs കിട്ടി അതിന്റെ XL6-നെ. അപ്പൊ നോക്കുമ്പോ ഇതെടുക്കുന്നത് വളരെ മെച്ചമാണ് എന്ന് തോന്നിയില്ലേ? അത് ഒരു ഈ വിറ്റാര അല്ലെങ്കിൽ മാരുതി മേടിക്കണതിൽ ഒരു ഫാക്ടർ ഒന്നല്ല. പക്ഷെ എനിക്ക് നല്ല വില കിട്ടി. ഇപ്പൊ വണ്ടി എക്സ്ചേഞ്ച് ചെയ്തു. കറക്റ്റ് ടൈമില് മാരുതി ലോഞ്ച് ചെയ്യുന്നു. നമ്മുടെ ആലോചന വരുമ്പോ തന്നെ ഇതിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ശരിക്കും എത്തിപ്പെടുന്നത്. അപ്പൊ ഇതിപ്പോ ഓൺ റോഡ് എന്ത് വിലയാണ് വന്നേക്കുന്നത്? എനിക്ക് 22.5 rupees ആയി. മറ്റേ വണ്ടി കൊടുത്തിട്ട് ആക്ച്വലി 22.46. 22.46. അതായത് ആക്സസറീസ് എല്ലാം കൂടെയാണോ അതോ? ആക്സസറീസ് എക്സ്ട്രാ ഇതിനകത്തൊന്നും വരാനില്ല. EV-യിലെ ആക്സസറീസ് വേറെ ഒന്നുമില്ല. ഒരു മാറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ ഇത് ചെയ്തിട്ടില്ല. കാരണം ഇപ്പൊ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം. പിന്നെ അതിനകത്തൊരു എക്സ്ട്രാ ക്യാമറയുടെ പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാഷ് ക്യാം മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. ഡാഷ് ക്യാം എന്റെ പഴയ വണ്ടിയിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ടോപ്പ് എൻഡ് ആണ്. ആൽഫ ആണ്. വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടും പിന്നെ 61 kWh ബാറ്ററി ആണ്. അതും BYD-യുടെ ടെക്നോളജി വെച്ചിട്ടുള്ള ബാറ്ററി, ബ്ലേഡ് ടെക്നോളജിയാണ്. മറ്റേ ലിഥിയം ഫോസ്ഫേറ്റ്. ഇതൊക്കെ ഇതാണ് വണ്ടി എടുത്തതിന് ശേഷം മനസ്സിലാക്കിയതാണോ അതോ വണ്ടി എടുക്കുമ്പോ ഒരു റിസർച്ച് എന്നുള്ള രീതിയിൽ നടത്തിയപ്പോ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്? അങ്ങനെയല്ല. ആക്ച്വലി ഞാൻ EV-നെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ഈ വിറ്റാര കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ ഞാൻ എന്താണ് അതിന്റെ വ്യത്യാസം, ഇതേപോലെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള മറ്റു വണ്ടികൾ ഇപ്പൊ വിൻസോർ, പിന്നെ മഹീന്ദ്ര, അത് വിൻസോർ ഇല്ലെങ്കിലും മഹീന്ദ്രയും നെക്സണൊക്കെ എന്റെ ഓഫീസിൽ നെക്സണൊക്കെ 3 അവരുടെ മൈലേജും അവര് പറയുന്ന ഫീഡ്ബാക്സും ഒക്കെ നോക്കിയിട്ട് കഴിഞ്ഞപ്പോ ഇത്ര 61 കിലോവാട്ടിലുള്ള ഒരു വണ്ടി വേറെ ഇല്ലാന്ന് തോന്നുന്നു. 16 കിലോവാട്ടിലുള്ള. പിന്നെ 59 ഒക്കെ ആണെന്ന് തോന്നുന്നു ഉള്ളത്. അവര് പറയുന്ന മൈലേജ് 543 എന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് തന്നെയാണ്. അതാ ഞാനിപ്പോ ചോദിക്കാൻ വേണ്ടി വന്നത്. ഇപ്പൊ 543 അവർ IDC പറയുമ്പോഴത്തേക്ക് റിയൽ ലൈഫ് ഏകദേശം എത്ര കിട്ടുന്നുണ്ട്? ഞാൻ ഒരു ലോങ് ട്രിപ്പ് പോയത് നിലമ്പൂർ യാത്ര അറിയാലോ, അങ്ങോട്ട് നിറച്ച് ഹൈ റേഞ്ച് സൈഡാണല്ലോ. എന്നിട്ട് എനിക്കൊരു 400 മേളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു? അവിടേക്ക് 180 കിലോമീറ്റർ ഓടിയത് നമ്മള് അങ്ങോട്ട്. ഓക്കെ. തിരിച്ച് ഞങ്ങൾ വന്നത് മലപ്പുറം വഴിയാണ്. മലപ്പുറത്ത് ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി. മലപ്പുറത്തുനിന്ന് സ്ഥലത്തിന്റെ പേര് അത് കുഴപ്പമില്ല, അത് വഴി ഹൈവേ കൂടെയാണ് തിരിച്ചു വന്നത്. അപ്പൊ ഒറ്റ ചാർജിൽ തന്നെ പോയി വന്നു? അല്ല, അത് നമ്മൾ ഹൈ റേഞ്ചിൽ പോകുമ്പോ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര കിലോമീറ്റർ ഓടി, എത്ര പെർസെന്റേജ് ചാർജ് ബാക്കി ഉണ്ടായി കാണും? അത് നോക്കണം. ഓക്കെ. എന്തായാലും ഒരു ശതമാനത്തിന് ഏകദേശം 4 കിലോമീറ്റർ വെച്ച്. 1% ഒരു യൂണിറ്റിന് 5.5-6 യൂണിറ്റ് 6 കിലോമീറ്റർ കിട്ടുന്നുണ്ട് ഒരു യൂണിറ്റ്. ഓക്കെ. അപ്പൊ 61. അപ്പൊ 61 എന്ന് പറയുമ്പോ 360 സംതിങ് അല്ലേ ആവുന്നുള്ളൂ? 360. ഇതിനകത്ത് നമുക്ക് ഡിസ്പ്ലേയിൽ എഫിഷ്യൻസി കാണിക്കാം. എഫിഷ്യൻസി 5.5 ആണ് കാണിക്കുന്നത്. 5.5 ഓവറാൾ ആണ്. അതായത് തുടങ്ങിയപ്പോ അല്ലാതെ ട്രിപ്പുകൾ നോക്കുമ്പോ 7.2 7.6 ഒക്കെ ഉണ്ട്. ഓക്കെ. ഓരോ ട്രിപ്പുകളും ഇൻഡിവിജ്വൽ ട്രിപ്പ് അറ്റ്ലീസ്റ്റ് ഒരു 7 വെച്ചിട്ട് നമ്മൾ നോക്കിയാലും എങ്ങനെ വന്നാലും 400 + 420 430+ അത്ര റിയൽ ലൈഫ്. ഇതിനകത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണിക്കുന്ന അനുസരിച്ച് 39% 177 ബാലൻസ് കിടപ്പുണ്ട്. അപ്പൊ റിയൽ ലൈഫ് എങ്ങനെ വന്നാലും ഒരു 400 കിട്ടും. 400+ കിട്ടും. എങ്ങനെയാണ് പൊതുവെ ഓടിക്കാറ്? എങ്ങനെയാണ്? വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഓടിക്കുന്ന ആളാണോ അതോ അഗ്രസീവ് ആയിട്ട് ഓടിക്കുന്ന ആളാണോ? ഞാൻ നോർമലി റൈഡ് ചെയ്യുന്നത്. ഞാൻ സ്പീഡിൽ പോയേക്കണ അങ്ങ് ബാംഗ്ലൂർ തിരുവനന്തപുരം ബാംഗ്ലൂരിൽ നല്ല റോഡാണെങ്കിൽ മാത്രമേ ഞാൻ സ്പീഡിൽ പോകാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ 60 ആണ് നമ്മുടെ ഹൈവേ കൂടെ പോകുമ്പോൾ. ചിലപ്പോ വല്ലപ്പോഴും 70 ആവാം. എന്ന് വെച്ചാൽ രാത്രിയൊക്കെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിൽ ഒരു 70 ഒക്കെ വരാം.
80-ലൊക്കെ പോകുന്ന അങ്ങ് ഇതിനകത്ത്. ഒന്നാമത് എനിക്ക് ക്യാമറ കാണുമ്പോൾ പേടിയാണ്. പെർഫോമൻസ് കാര്യങ്ങൾ എങ്ങനെയാണ്? കാരണം ടിപ്പിക്കൽ EV പല വണ്ടികളും പറയുന്ന പോലെ ഭയങ്കര റോ ആയിട്ടുള്ള പവറാണ്. ഞാൻ ഈ വണ്ടിയുടെ റിവ്യൂ കണ്ടതിൽ ഇത് കുറെ കൂടെ ഒരു ലീനിയർ ആയിട്ടുള്ള, കുറച്ചുകൂടെ നമ്മള് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ കുതിച്ച് ചാടി ഓടാത്ത രീതിയിൽ. അതിനകത്ത് 3 മോഡ് ഉണ്ട്. നോർമൽ മോഡ്, എക്കോ മോഡ് ആൻഡ് സ്പോർട്ട് മോഡ്. സ്പോർട്ട് മോഡിൽ ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് അങ്ങോട്ട് പോകും. ഞാൻ ഒറ്റ പ്രാവശ്യം സ്പോർട്ട് മോഡിൽ ഇട്ടുള്ളൂ. പിന്നെ അത് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നി. നോർമൽ മോഡ് രണ്ടിനും അത് കറക്റ്റ് അറിയണമെന്ന് നമ്മളൊരു ഹമ്പ് ചാടി നോക്കണം. ഹമ്പിൽ കയറിയിട്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ കാല് വെച്ചാൽ പോകും. അത് പക്ഷെ എക്കണോമിക് മോഡലാണെങ്കിൽ സുഖമായിട്ട് കയറി ഇറങ്ങിപ്പോ. ഇപ്പൊ എന്റെ ഓഫീസ് ഇവിടുന്ന് 5 കിലോമീറ്റർ ഉള്ള വീട്ടിലേക്ക്. നമ്മളിപ്പോ വന്ന വഴിയിലാണ് യാത്ര, ഡെയിലി യാത്ര. അപ്പൊ അത് അറിയാലോ, പൈപ്പ് ലൈൻ റോഡ്. അതിൽ കൂടെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് പോയാൽ മതി. പിന്നെയുള്ള ഹൈവേയിൽ പോകുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ XL6 വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് എങ്ങനെയുണ്ട്? സാധാരണ ഇലക്ട്രിക് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ടോർക്ക് നമുക്ക് നല്ലപോലെ കിട്ടും. നമ്മൾ ഓവർടേക്ക് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാൽ മറ്റേതുപോലെ നമുക്കൊരു അൺസർട്ടനിറ്റി ഇല്ല. ഇവിടെ നമ്മൾ കൊടുത്താൽ കീറും. അല്ല, XL6 നല്ല പവറുള്ള വണ്ടിയാണ്. XL6-നേക്കാൾ ഏകദേശം 600 കിലോ കൂടുതലാണ് ഈ വണ്ടി വെയിറ്റ്. പക്ഷെ ആ വണ്ടി റോട്ടിൽ ഓടുമ്പോ വലിയ വണ്ടിയാണല്ലോ, ലോങ് വണ്ടി. നമ്മൾ ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ നമ്മുടെ ബാക്കിൽ കുറച്ച് വണ്ടി ബാക്കിയുണ്ട് എന്നൊരു തോന്നൽ വരും. വണ്ടി നീളം കൂടുതലാണ്. ഇതങ്ങനെയല്ലേ, നോർമൽ സൈസ്. നോർമൽ അതിനൊക്കെ ഒരു 400 mm 160 mm ലെങ്തേ കുറവുള്ളൂ. പക്ഷെ ഇത് നോർമൽ കാർ ആയതുകൊണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ കുറെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു നോർമൽ കാറാണ്. മറ്റേത് ഒരു 2 ആളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഓടിക്കാം. പെർഫോമൻസ് ഇപ്പൊ മോർ ദാൻ ആഡിക്വേറ്റ് അല്ലേ? സ്പോർട്ട് മോഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അയ്യോ, നോർമൽ മോഡ് ഉപയോഗിച്ചാൽ മതി. നോർമൽ മോഡ് തന്നെ ആവശ്യത്തിൽ. നോർമൽ മോഡാണ് ജനറലി സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഞാൻ ഇക്കണോമിക് മോഡിൽ ഓടിക്കാവുന്നേ ഉള്ളൂ. കാരണം എന്റെ റൂട്ട് അതിനുള്ളതേ ഉള്ളൂ. ഇതിന്റെ ചാർജിങ് എങ്ങനെയാണ്? ഇപ്പൊ വീട് സോളാർ ആണോ, എങ്ങനെയാണ് സംഭവം? ചാർജിങ് ഇതിന് ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7.4 കിലോവാട്ടിന്റെ ഒരു ചാർജർ ഫ്രീ ആയിരുന്നു 1-ാം തീയതി വരെ. ഓക്കെ. അതിന്റെ ഇൻസ്റ്റലേഷൻ ഫ്രീ ആയിരുന്നു. അത് ഹോം. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് ഞാൻ വീട്ടിൽ സോളാർ ആക്കിയതും 3 ഫേസ് ആക്കിയതും. എത്ര കിലോവാട്ടാണ് വെച്ചത്? 5 കിലോവാട്ട്. 3 ഫേസ് ആക്കിയതും 3 ഫേസ് ആക്കിയത് നോർമലി നമ്മൾ 3 ഫേസ് ആക്കണം. സിംഗിൾ ഫേസ് വയറിംഗ് ആയിരുന്നു. ഞാനത് മാറ്റി 3 ഫേസ് ആക്കി. ഇത് വണ്ടി എടുക്കുന്നതിന് മുമ്പ് ആക്കിയതാണോ? അതെ, ഈ ഇതുമായിട്ട് വണ്ടി എടുക്കുന്നതായിട്ട് അതിന് ബന്ധമില്ല. അത് നോർമൽ ഒരു KCBN എന്നുള്ള അത് രണ്ടും ഞാൻ ചെയ്യേണ്ട കാര്യം. കാരണം വീട് മേടിക്കുമ്പോൾ സിംഗിൾ ഫേസ് ആയിരുന്നു, ലോഡ് ഉണ്ടായിരുന്നു, എന്റെ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് നോർമലി ആ വയറിംഗ് മാറ്റി 3 ഫേസ് ആക്കി. 5 കിലോവാട്ട് 3 ഫേസ് ആക്കി. പിന്നെ നമ്മള് സോളാർ വെച്ചു. സോളാർ വെച്ചത് ഇതേപോലെ സോളാർ വെക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതല്ല. നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചു. അവര് പറയുന്ന കണക്കുകളൊക്കെ നോക്കിയപ്പോ നല്ല ലാഭമായിട്ട് തോന്നി. കാരണം ഈ പറഞ്ഞ പോലെ 3000 പെർ മന്തില് ബില്ല് വരുന്നുണ്ടെങ്കിൽ 2200 രൂപ ഇപ്പൊ എനിക്ക് EMI വരുന്നുള്ളൂ. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് ഇതിനകത്തേക്ക് മാറുന്നത്. വീട്ടില് നമുക്ക് ഈ വണ്ടിയിൽ ഒരു നോർമൽ ചാർജർ ഉണ്ട്, 16 ആംസിന്റെ പ്ലഗ് കുത്താം. അതുകൂടാതെ ഇവര് സപ്ലൈ ചെയ്ത ഒരു വാൾ മൗണ്ടർ 7.4 കിലോവാട്ടിന്റെ ചാർജർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ചാർജ് ചെയ്യാം. അപ്പൊ നെറ്റ് വരുന്ന യൂണിറ്റ്സ് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് കൂടാതെ നെക്സയുടെ ഒരു 1000 അവേഴ്സ് 1000 യൂണിറ്റ് ഫ്രീ ഉണ്ട്. അതിപ്പോ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ നമുക്ക് പബ്ലിക്കലി ചാർജ് ചെയ്യാം. ഒരു E4Me ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പില് 13 മറ്റ് ചാർജിങ് കമ്പനികളെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെച്ചിട്ട് നമുക്ക് 1000 യൂണിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാം. 1000 യൂണിറ്റ് ഫ്രീ ചെയ്താൽ പിന്നെ പേയ്മെന്റ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സമയം ഇപ്പൊ 3.3 യൂസ് ചെയ്താലും 7.4 യൂസ് ചെയ്താലും എത്ര ടൈം എടുക്കാറുണ്ട്? കറണ്ട് ബില്ല് കാര്യങ്ങൾ എങ്ങനെയാണ്? ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് ചാർജ് ചെയ്തിട്ടില്ല. അങ്ങനെ ഫുൾ വീട്ടിൽ നിന്നുള്ള ചാർജിങ്. ഹോളിഡേ വരുമ്പോ നമ്മൾ വീട്ടിലുള്ള സമയം പകല് കുത്തിയിടും. ഒരു പ്രാവശ്യം രാത്രി കുത്തിയിട്ടു. എന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് യാത്ര ഉള്ളതുകൊണ്ട് രാത്രി കുത്തിയിട്ടു. അതല്ലാതെ നമ്മള് ഇപ്പൊ രാവിലെ ഞാൻ കുത്തിയിട്ട് ഇപ്പൊ എത്ര യൂണിറ്റ് ആയെന്ന് സമയം ഒരു
ഫുൾ ചാർജ് ആയില്ല, 41% ആയിട്ട്. എന്നാലും ഏകദേശം എത്രയാണ് അവര് പറയുന്നത്? അവര് പറയുന്ന 5 മണിക്കൂർ 6 മണിക്കൂറിനുള്ളിൽ 7.4 7.4 ഇതാവും. 3.3 ആണെങ്കിലോ? 3.3 ആണെങ്കിൽ അറിയില്ല, അങ്ങനെ 3.3 7.4 ആയതുകൊണ്ട് അതിന്റെ 10 hours ആണെന്ന് തോന്നുന്നു. കാരണം ഇതിന്റെ അകത്തൊരു സെറ്റിംഗ് മാറ്റാനുണ്ട്. കാരണം 32 amps ആണ് ഇതിന്റെ മാക്സിമം കറണ്ട്. അപ്പൊ 16 amps ആണ് സെറ്റ് ചെയ്ത് കിടക്കുന്നത്. 3.2ന്റെ കപ്പാസിറ്റിയിലാണ് ഇപ്പൊ ചാർജ് ആവുന്നതെന്ന് തോന്നുന്നു. 3.3 ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായാലും നല്ല ഒരു ദിവസമൊക്കെ ചിലപ്പോൾ 10 മണിക്കൂറൊക്കെ വേണ്ടി വരും. മണിക്കൂറൊന്നും പോരാ, കാരണം 61 കിലോവാട്ട് ബാറ്ററി. നമ്മളത് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ 0 to 100 അതെന്തായാലും ആ കണക്കിന് ഒരു ദിവസത്തിന് മേലെ വരുമായിരിക്കും. 7.4 ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നമല്ല. അപ്പൊ 7.4 ഇതിനകത്തൊരു സെറ്റിംഗ് കൂടെ മാറ്റിയാലേ ഫുൾ എടുക്കുള്ളൂ. അതെനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ കറണ്ട് ബില്ല് എനിക്ക് നോർമലി ഒരു 5,000 അടുത്ത് വരുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ പോകുമ്പോ ഈ പറഞ്ഞ പോലെ സോളാറിന് അടയ്ക്കുന്ന കാശും രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. സോളാർ വെക്കണമെന്ന് വിചാരിച്ചല്ല, കാരണം വീടിന് ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ സോളാർ വെക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അപ്പുറത്ത് വന്ന സോളാറിന്റെ ആള് പറഞ്ഞു നമുക്ക് ഇതേ എമൗണ്ടിൽ തന്നെ ഡ്രസ്സ് വെച്ച് ചെയ്തു തരാന്ന് പറഞ്ഞു. അത് അപ്പുറത്ത് ചെയ്ത അതേ എമൗണ്ടിൽ ഡ്രസ്സും കോവണിയും അതിന്റെ ഇതെല്ലാം ഡ്രസ്സിന്റെ മേളില് ചെയ്ത് സെയിം എമൗണ്ടിന് ചെയ്തു തരാന്ന് പറഞ്ഞപ്പോ അങ്ങനെ അങ്ങോട്ട് സെറ്റ് ആക്കിയതാണ്. ഇപ്പൊ ബില്ല് എത്രയാണ് വരാറ് പൊതുവെ? ഇപ്പൊ ബില്ല് നെറ്റ് 0 ആണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇന്നൊരു ബില്ല് വന്നിട്ടുണ്ട് 3000 രൂപ. അത് പക്ഷെ കഴിഞ്ഞ മാസം തുടങ്ങി ഈ മാസം 10-ാം തീയതി വരെയുള്ള ബില്ലാണ്. എന്ന് വെച്ചാ 2 മാസത്തെ ബില്ലായിരുന്നല്ലോ നേരത്തെ വന്നോണ്ടിരുന്നത്. ഇനി അടുത്ത മാസം തുടങ്ങി കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഇത് ചാർജ് ചെയ്യുന്നത് നെറ്റ് റീഡിങ് നോക്കിയിട്ട് ചാർജ് ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മുടെ മീറ്ററിൽ നിന്ന് തന്നെ നമുക്ക് റീഡ് ചെയ്തെടുക്കാം, അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയതിന്റെ ബാലൻസ്. അപ്പൊ നെറ്റ് നോക്കുമ്പോൾ ഒരു 60 യൂണിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊരു 10-20 യൂണിറ്റിനകത്ത് ചാർജ് ചെയ്ത് വെക്കാന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പൊ ലാസ്റ്റ് ഞാൻ എല്ലാം കഴിഞ്ഞ ദിവസം നോക്കുമ്പോ ഏകദേശം 59 യൂണിറ്റ് നെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്ന് ചാർജ് ചെയ്തു. ഒരു സാധാരണ ഒരു 30 യൂണിറ്റ് ഒക്കെ ചാർജ് കയറുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഒരു 80% ഒക്കെ ആയിട്ടുണ്ടാവും. എന്തായാലും യാത്രാ ചെലവ് ലിറ്ററലി 0 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇപ്പൊ ഞാനാണെങ്കിലും മാസം നമുക്ക് 320 രൂപ 260 രൂപ അങ്ങനെയൊക്കെ വരാറുള്ളൂ. അപ്പൊ ഞാനതിനെ നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞിട്ട് ലിറ്ററലി ട്രാവൽ 0 എന്നാ ഞാൻ പറയാറുള്ളത്. അതും ഇതൊക്കെ കൂടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ദിവസങ്ങളിൽ ഒരുപാട് യാത്രകൾ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു മാസം കൊണ്ട് 2000 കിലോമീറ്റർ ഓടി. അപ്പൊ ഞാനിങ്ങനെ 2000 കിലോമീറ്റർ ആണെങ്കിൽ മറ്റേ വണ്ടി ആണെങ്കിൽ എന്തായാലും 10 കിലോമീറ്റർ 12 കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ 20,000 രൂപയുടെ ഓട്ടോ ഓടിയുണ്ട്. വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ 20,000 രൂപ ഞാൻ ഇതിന് EMI അടക്കും. അത് അത്രേ ഉള്ളൂ. EV എടുക്കുന്ന എല്ലാവരും പറയുന്ന പോലെ കിലോമീറ്ററിന് ആവറേജ് ഒരു 10 രൂപക്ക് എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ 8 രൂപക്ക് എടുത്ത് അവർക്ക് ലാഭം വരുമ്പോഴത്തേക്കും അവര് ഈ പറയുന്ന പോലെ ആ പൈസ എടുത്തിട്ട് ഈ പറയുന്ന പോലെ ലോണിന്റെ EMI അടച്ച് തീർക്കാണ്. അത് ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് ഈ ഇതിന് കൊടുക്കുന്ന എക്സ്ട്രാ പൈസ ബാങ്കിലിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് പെട്രോൾ അടിച്ച് ഓടാന്ന് നേരത്തെ അങ്ങനെ ആയിരുന്നു ആ പ്രൈസ് ഡിഫറൻസ്. ഇപ്പൊ നേരെ തിരിച്ച് ആ പ്രൈസ് ഡിഫറൻസ് മാറിയോടുകൂടി ആ പെട്രോൾ അടിക്കുന്ന കാശെടുത്ത് ഇതിന്റെ EMI അടക്കാന്നുള്ള. അതില് വേറൊരു സംഭവം കൂടെ ഉണ്ടായത് എന്നെ സംബന്ധിച്ച് ഈ XL6 വണ്ടി ആയതുകൊണ്ടും അതിന്റെ എമൗണ്ട് കൂടുതൽ കിട്ടിയതിന് എനിക്ക് അധികം വാർഡൻ വന്നില്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ നോർമൽ ഒരു മാരുതി കാർ ആയിരുന്നുവെങ്കിൽ അതിന് 2-3 ലക്ഷം രൂപ കിട്ടുള്ളായിരുന്നു ഈ എക്സ്ചേഞ്ച് പ്രൈസ്. അപ്പൊ ചിലപ്പോ എനിക്ക് ഭയങ്കര വാർഡനായനെ ഇത്ര ഒരു വണ്ടി എടുക്കണേൽ ഞാൻ ചിലപ്പോ ആലോചിച്ചേനെ. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റേ വണ്ടി കിട്ടുമ്പോ നല്ലൊരു എമൗണ്ട് ബൈബാക്ക് ഏകദേശം 9.65 5 വർഷമായ വണ്ടിക്ക് കിട്ടുക. എത്ര രൂപക്ക് എടുത്ത വണ്ടിയാണ് അത്? 14.5 ഫുൾ ഓൺ റോഡിൽ 14 എടുത്താണ്. 9.65 കിട്ടി. പിന്നെ ഇതിന്റെ വാറണ്ടി കാര്യങ്ങള് ഒക്കെ എങ്ങനെയാണ്? വാറണ്ടി പറയുന്ന വെഹിക്കിളിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോട്ട് ഡീഫോൾട്ട് ആയിട്ട് 5 വർഷമാണ് വരുന്നത്. എക്സ്റ്റെൻഡ് ഉണ്ട് 3 വർഷം എടുത്തിട്ടുണ്ടോ? എക്സ്റ്റെൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ 8 വർഷം എനിക്ക് തോന്നുന്നു. എനിക്ക് 6 വർഷം അല്ല 5+3 ആണ് ഞാൻ എല്ലാ അഡ്വർടൈസ്മെന്റിലും കണ്ടത്. അപ്പൊ ഞാനതൊരു ഹൈലൈറ്റ് ആയിട്ട് ഇന്നലെ കൂടെ ഒരു ഗ്രൂപ്പിൽ സംസാരിച്ചുള്ളൂ. കാരണം ബാറ്ററി വാറണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 8 year 1.6 lakh അല്ലേ? അതെ. നോർമൽ ബ്രാൻഡ്സ് കൊടുക്കാറുള്ള ആ ഒരു വാറണ്ടിയാണ് മാരുതി കൊടുക്കുന്നത്. പക്ഷെ മാരുതി കൊടുക്കുന്ന ഒരു നല്ലൊരു കാര്യം എനിക്ക് തോന്നിയത് വെഹിക്കിൾ വാറണ്ടി 5+3 8 വർഷത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും EV എടുക്കുമ്പോൾ ബാറ്ററി എന്നുള്ള ഒരു ഒബ്സഷനിലാണ്. പക്ഷെ നല്ല കമ്പനിയുടെ ബാറ്ററി ഒക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ 10-12 കൊല്ലമൊക്കെ പൊക്കോളും.
പക്ഷെ അതിനു മുമ്പ് പോണ സാധനങ്ങൾ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ സാധനങ്ങളാണ്. ഇത് ആരും അന്വേഷിക്കാറില്ല. പക്ഷെ ഈ ഒരു ബ്രാൻഡും മാത്രമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് 8 വർഷം വെഹിക്കിളിന് കൊടുക്കുന്നത്. 6000 സൈക്കിൾസ് ആണ് അവര് പറയുന്നത്. 6000 ചാർജിങ് 6000 ചാർജിങ് സൈക്കിൾസ്. 6000 എന്ന് പറയുമ്പോൾ അതിന് 365 ഡിവൈഡ് ചെയ്താൽ പോലെ ഈ വർഷം ഈ ടൈം ഇതിട്ട് 16 വർഷം ഉള്ള ഇത് കിട്ടൂലേ? തിയററ്റിക്കലി നമുക്ക് കിട്ടണം. പൊതുവേ ഇപ്പോ BYDയുടെ ബ്ലേഡിന് ചാർജിങ് സൈക്കിൾ എത്രയാണ്? പൊതുവേ LFPക്ക് എല്ലാരും പറയാറുള്ള ചാർജിങ് സൈക്കിൾ ഒരു 2000 പ്ലസ് അല്ലെങ്കിൽ ഒരു 3000 ആ ഒരു റേഞ്ചിലാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് കണക്ക് കൂട്ടും, ഒരു 250 ഓടണ വണ്ടിയാണെങ്കിൽ ഒരു 5 ലക്ഷം 7-7.5 10 ലക്ഷം ഒക്കെ പോയില്ലെങ്കിൽ ഒരു 5 ലക്ഷമെങ്കിലും ഓടണം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവേ ഈ പറയുന്ന പോലെ സത്യം പറഞ്ഞ ടാറ്റയാണ് ആദ്യം മൂലം വാഹനങ്ങൾ ഇറക്കി ഇത്രയും വർഷങ്ങളായിട്ടുള്ളത്. ടാറ്റയുടെ വാഹനങ്ങൾ പലതും അത് അങ്ങനെ ഓടിയിട്ടില്ല എന്നുള്ളതാണ്, ബാറ്ററി മാറാതെ എന്നുള്ള രീതിയിൽ. അപ്പൊ പിന്നെ ഇത് ഇപ്പൊ പറഞ്ഞ പോലെ BYDയുടെ ബാറ്ററി ഒക്കെ ആയതുകൊണ്ട് കുറെ കൂടെ റിലയബിൾ ആയിരിക്കും. ഈ 6000 സൈക്കിൾസ് പോകുമെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അങ്ങനെയാണ് എക്സ്പെക്ടേഷൻ. അല്ല, അങ്ങനെയാണ് അവര് പറഞ്ഞിരിക്കുന്നത്. വാറന്റിയാണ് പറഞ്ഞിരിക്കുന്നത് 6000 സൈക്കിൾസ്. ഇപ്പോ വണ്ടി ഇപ്പോ ബാറ്ററി വാറന്റി 8 year 1.6 lakh കിലോമീറ്റേഴ്സ് അല്ലേ? അപ്പം മറ്റു പല ബ്രാൻഡുകൾ പറയുന്ന പോലെ 15 years ലൈഫ് ടൈം വാറന്റി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അതൊരു നല്ലതായിട്ട് തോന്നിയോ അതോ അതൊരു പോരായ്മയായിട്ട് തോന്നിയായിരുന്നു വണ്ടി എടുക്കുന്നത്? അല്ല, ലൈഫ് ടൈം വാറന്റി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ ലൈഫ് 15 years ആയിട്ട് കണക്കൂട്ടിയിട്ടുള്ളൂ. അത്ര സമയം BYDയുടെ ബാറ്ററി ആയിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. BYDയുടെ ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള അവരുടെ കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ ടെക്നോളജിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് നമുക്കുള്ള എക്സ്പ്ലനേഷൻ. ബാക്കിയെല്ലാം നമുക്ക് വഴിയെ ഉപയോഗിച്ച് വരുമ്പോ നമുക്ക് പിന്നെ ഈ കിലോമീറ്റർ എന്നെ സംബന്ധിച്ച് ബാധകമല്ല. കാരണം ഇപ്പൊ ഞാൻ കൊടുത്ത വണ്ടി 5 വർഷം കൊണ്ട് 50,000 കിലോമീറ്റർ ജസ്റ്റ് ടച്ച് ചെയ്തേ ഉള്ളൂ. 49 അങ്ങ് ചെയ്തിട്ടുള്ളൂ 5 വർഷം കൊണ്ട്. ബാംഗ്ലൂർ ട്രിപ്പുകൾ ഉണ്ടായിട്ട് പോലും. അപ്പൊ പിന്നെ ഇത് 15 വർഷം കൊണ്ട് അത്ര ഓടാൻ സാധ്യതയില്ല. അപ്പൊ എന്റെ 2 വണ്ടിയും മാത്രം 40,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ ബ്രാൻഡ്സ് ഇപ്പൊ ഈ പറയുന്ന പോലെ 15 years ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ മാരുതിക്കും വേണമെങ്കിൽ കൊടുക്കായിരുന്നു. ബട്ട് ഈ പറയുന്ന പോലെ BYDയുടെ ബാറ്ററി ആണ് അല്ലെങ്കിൽ ആ ടെക്നോളജി ആണെന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. കാരണം BYD വേൾഡിലെ നമ്പർ 1 ബാറ്ററി മാനുഫാക്ചേഴ്സ് ആണ്. അപ്പൊ ആ ഒരു വിശ്വാസ്യത എന്തായാലും ഈ വണ്ടിയിൽ നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ വണ്ടിയുടെ റേഞ്ച്, പെർഫോമൻസ്, ചാർജിങ്, വാറന്റി കാര്യങ്ങൾ ഇപ്പൊ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? ഇപ്പൊ 2000 ആയിരിക്കും. 2000 കിലോമീറ്റർ. സർവീസ് ഏതെങ്കിലും ആയിരുന്നു? ഒരു സർവീസ് ആയിരുന്നു. സർവീസ് എത്ര? 1000 കിലോമീറ്റർ ഫസ്റ്റ് സർവീസ്, 5000 സെക്കൻഡ് സർവീസ്. ഫസ്റ്റ് സർവീസ് ഫ്രീ ആണ്. 3 സർവീസ് ഫ്രീ ആണ്. 1000 5000 10000 ആയിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ എത്ര കിലോമീറ്റർ ഓടുമ്പോ സർവീസ്? 10,000. എല്ലാ 10,000 സർവീസ് വരുന്നത് അല്ലെ? എന്ത് കോസ്റ്റ് വരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ലേ. അത് ഇവര് മാറ്റാൻ പറ്റാൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന പോലെ അവര് നമ്മുടെ ഈ ഗ്രൂപ്പുകളിൽ കണ്ടു ഒരു AC ഫിൽറ്റർ മാറുന്നതിന് 8,000 രൂപ ചോദിച്ചതായി, എന്തോ നല്ലൊരു എമൗണ്ട് ചോദിച്ചതായിട്ട് ഒരു ഗ്രൂപ്പിൽ കണ്ടായിരുന്നു. അങ്ങനെയൊന്നും നമ്മുടെ അടുത്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ. വരുന്ന അത് ശരിയാണ്. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന പോലെ അവരുടെ പാർട്സിന് അവരിടുന്ന റേറ്റ്. ഇപ്പൊ നമുക്ക് 750 രൂപയാണ് ഒരു AC ഫിൽറ്ററിന് വരാറുള്ളൂ. ചില ബ്രാൻഡുകൾക്ക് 400 വരാറുള്ളൂ. അല്ല, അവിടെയാണ് മാരുതിയുടെ മറ്റ് ഇത് തമ്മിലുള്ള. ഈ മാരുതിയുടെ ഒരു സാധനം സെയിം ഈ മാരുതിയുടെയും വിൻസോറിന്റെയും സാധനം ഈ ഇതല്ലേ പ്ലാസ്റ്റിക് പാർട്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്, സബ് കമ്പനിയിലാണ്. അപ്പൊ സെയിം സാധനത്തിന് രണ്ടും നമ്മള് ഷോപ്പിൽ ചെന്ന് മേടിച്ചാൽ രണ്ടിനും 2 വിലയായിരിക്കും. അതെ. വണ്ടിയുടെ ബ്രാൻഡ് മൂല്യം കൂടുന്നതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന MGയുടെ വണ്ടിയാണെന്ന് കരുതി സെയിം പാർട്സ് MGയുടെ ചെന്ന് ചോദിച്ചാൽ മാരുതിയുടെ ഇരട്ടി വില മേടിക്കും. അങ്ങനെ വരുമ്പോ എന്തായാലും സർവീസ് കോസ്റ്റ് കുറവായിരിക്കും എന്നാണ് എക്സ്പെക്ടേഷൻ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റിൽ മാരുതിയാണ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കേണ്ടതാണ്. ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ നമുക്ക് ഒരു 2-3 സർവീസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഐഡിയ. അതത്രേ ഉള്ളൂ. എന്നാലും എത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? വല്ല ഐഡിയ ഉണ്ടോ? ഒരു 10,000 കൂടുമ്പോ ഒരു സർവീസിന് എത്ര കോസ്റ്റ് വരെയൊക്കെ? ഒരു 2,500 രൂപ. 2,500 അതിൽ കൂടുതൽ വരില്ല. നമുക്ക് വരുന്നത് 15,000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. നമുക്ക് ഒരു 2,800 to 5,800 ഡിപ്പെൻഡിങ് ഓൺ എന്ത് മാറുന്നു എന്നുള്ള. മേജർ സർവീസ് ആണെങ്കിൽ ചില സാധനങ്ങൾ മാറും, മൈനർ സർവീസ് ആണെങ്കിൽ അത്രയും സാധനങ്ങൾ മാറില്ല. AC ഫിൽറ്റർ ഒക്കെ തന്നെ മാറുള്ളൂ, പിന്നെ ജനറൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ സർവീസിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാൻ നമ്മൾ ആയിട്ടില്ല. ഒന്ന് ഈ വണ്ടി ഇപ്പോ
ആക്ച്വലി ഈ വണ്ടിയുടെ ട്രെയിനിങ് അവർക്ക് ആവുന്നേ ഉള്ളൂ. കുറെ പേര് ട്രെയിൻഡ് ആണ്. പക്ഷെ അപ്പോഴും EV മാരുതിയിൽ ഇല്ലാത്തത് കൊണ്ടുള്ളൊരു EV മാരുതിയിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, മാരുതി പുതിയതാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള പോരായ്മകൾ ഇനീഷ്യലി ഉണ്ടാവും. ബട്ട് ഇൻ ജനറൽ EV സെക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ലാക്ക് ഓഫ് നോളജ്. ഒരു ടെക്നീഷ്യൻ, ഒരു EV ടെക്നീഷ്യൻ ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മളൊരു കംപ്ലൈന്റ് കൊണ്ടുപോയി കാണിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഇത് പ്രോപ്പർലി ഡയഗ്നോസ് ചെയ്യാൻ അറിയില്ല. ഇവർ ആദ്യം ചെയ്യുക ഓക്സിലറി ബാറ്ററി ഊരി അതിന് നെഗറ്റീവ് ടെർമിനൽ ഊരിയിട്ട് റീകണക്ട് ചെയ്യുക. അതല്ലാതെ അതാ ഞാൻ പറഞ്ഞേ, ആസ് ആൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആൻഡ് M.Tech in പവർ ഇലക്ട്രോണിക്സ്, ഈ 2 സാധനം പഠിച്ച എൻ്റെ അടുത്ത് ബാറ്ററി ഊരിയിട്ട് മതി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാറില്ല നോർമലി. പക്ഷേ ഈ പറയുന്ന സാധനങ്ങള് അത് അപ്പാടെ വിശ്വസിച്ച് നമ്മൾ പൈസ ഇറക്കാനൊന്നും പറ്റുന്നില്ല. നമുക്ക് ഒന്നിലൊരു അടുത്ത വർക്ക്ഷോപ്പിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ഡയഗ്നോസിസ് ഉണ്ടാവുമല്ലോ, ഇതിൻ്റെതായിരിക്കാം. ബട്ട് പൊതുവെ EVസിൽ നമുക്ക് വരുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സോഫ്റ്റ്വെയർ റിലേറ്റഡ് പ്രശ്നങ്ങളാണ്. അവിടെയാണ് ഇവ നമ്മളൊരു സർവീസ് സെന്ററിൽ പോകുമ്പോൾ അവർ ചിലപ്പോൾ ഒരു OBD പോർട്ടിൽ കുത്തി നോക്കും. അല്ലെങ്കിൽ ഇവർ പറയും, സാർ വണ്ടി ഒരാഴ്ച ഇടണം, അല്ലെങ്കിൽ 2 ദിവസം ഇടണം, 3 ദിവസം ഇടണം, ഞങ്ങൾക്ക് നോക്കണം. സാധാരണ നമ്മൾ എല്ലാ ബ്രാൻഡ്സിന്റെ കണ്ടുവന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ തന്നെ ഇത്ര ദിവസം ഇടണം നമുക്ക്. ഇപ്പൊ ഞാൻ ഇൻ ജനറൽ പറഞ്ഞ, മാരുതി എങ്ങനെയാണെന്നല്ല, ഇൻ ജനറൽ പറഞ്ഞാണ്. ഇപ്പൊ പിൻസർ എടുത്താലും മഹീന്ദ്ര എടുത്താലും ടാറ്റ എടുത്താലും നമ്മൾ ഒരു പ്രശ്നമായിട്ട് പോകുമ്പോൾ, ഇപ്പൊ ഒരു പുതിയ സാധനമൊക്കെ ആണെങ്കിൽ ഡയഗ്നോസിസ്, ട്രബിൾ ഷൂട്ടിങ് കുറെ ടൈം എടുക്കാം. പക്ഷെ അത് നമുക്ക് കുറച്ചൊക്കെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർ പറയുന്ന സാധനം തന്നെ അംഗീകരിച്ചു കൊടുക്കണോ എന്നൊരു ചോദ്യം ഉണ്ട്. ഇല്ല, അതില്ല. അത് ഈ പറയുന്ന പോലെ പാർട്സ് വൈസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ, ഇപ്പൊ ഫിൽട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും. ബട്ട് ഈ പറയുന്ന പോലെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് അവർ ചെയ്യുന്ന പല കാര്യങ്ങളിലേക്കും നമുക്ക് വിസിബിലിറ്റിയോ ഇന്റർഫറൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്നാലും മാരുതിയോടുള്ള ആ വിശ്വാസം നിലനിർത്തി മാരുതി അത് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഈ മാരുതിയുടെ ഏറ്റവും ഞാനിപ്പോ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ മറ്റു വണ്ടികളിലായാലും അവര് പറഞ്ഞ അതിനപ്പുറത്തേക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ അനാവശ്യമായിട്ട് എൻ്റെ അടുത്തുനിന്ന് ഒരു പൈസയും മേടിച്ചിട്ടുമില്ല. നമ്മുടെ അടുത്തുനിന്ന് ഒരു പൈസ സർവീസിന് ഇന്ന സാധനം മാറ്റണമെന്ന് പറയുമ്പോൾ നമ്മളെ റീസൺ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ലോജിക്കലി മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും. അല്ലാതെ എനിക്ക് ഈ എൻ്റെ മുമ്പിലുള്ള ഒരു വണ്ടിക്കും അധികം പൈസയൊന്നും സർവീസിന് വന്നിട്ടില്ല. ഒരു 3000-4000 ഇടയ്ക്കുള്ള ഈ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ ഉൾപ്പെടെ ഡീസൽ വണ്ടികൾക്ക് മാറുന്നതിന് അല്ലാതെ അധികം പൈസയൊന്നും വന്നിട്ടില്ല. അതേസമയം അതേ സർവീസ് ചെയ്യുന്ന ഹോണ്ടയുടെ വണ്ടികൾക്ക് 25,000 മേടിച്ചായിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് നേരത്തെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞെങ്കിലും ഇതിന്റെ ടോപ്പ് എൻഡിൽ വരുന്ന ഫീച്ചേഴ്സ് കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ആയിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിനകത്ത് വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ട്. അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്ക് പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞു മാരുതി ഒബ്സഷൻ, മാരുതിയുടെ ഒരു വലിയ ഫാനാണ് എന്നുള്ളത്, അതുകൊണ്ട് മാരുതിയുടെ വണ്ടി എടുത്തു. നേരത്തെ പറഞ്ഞു ADAS ലെവൽ 2 വരുന്നുണ്ട്, പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. ഇത് കൂടാതെ വേറെ പിന്നെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഫീച്ചർ? അട്രാക്റ്റീവ് മൈലേജ് ആണ് ഫസ്റ്റ് കാര്യം, മൈലേജ് തന്നെയാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ, പിന്നെ ആ ഹോൾഡ് ഫംഗ്ഷൻ ഉണ്ട്. ഹോൾഡ് നമ്മുടെ ഈ അപ്പീൽ ഹോൾഡ് അല്ല, ഹോൾഡ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. മറ്റു വണ്ടികളുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഹോൾഡിലിട്ട ബ്രേക്ക് ഉപയോഗിക്കണ്ട, ഫോർവേഡ് ആക്സിലറേറ്ററിൽ തന്നെ പോവാം. ഒന്ന് എന്നുവെച്ചാൽ ഒരു ട്രാഫിക് ഇങ്ങനെ മൂവ് ചെയ്ത് നിന്ന് ഇതിലാണെങ്കിൽ നമ്മൾ ബ്രേക്ക് മാറ്റി ചവിട്ടണ്ട, ആക്സിലേറ്റർ മാത്രം കൊടുത്താൽ. ആക്സിലേറ്ററിന് എപ്പോ കാലെടുത്താൽ അത് സ്റ്റോപ്പാ. ഒരു ഹോൾഡ്, ഈ ഹിൽ ഹോൾഡ് പോലെ തന്നെ ട്രാഫിക്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ഇതാണ്. 2 സിംഗിൾ പെഡൽ അതും നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ റീജിയൻ ഒക്കെ നല്ല പവർഫുൾ ആയിട്ട് വന്നാറ നമുക്ക് ആക്സിലേറ്ററിന് കാലെടുക്കുമ്പോ തന്നെ നല്ല ബ്രേക്കിംഗ് കിട്ടും. അതുകൂടാതെ പവറും റീജനറേറ്റീവ് പവറും കിട്ടുമല്ലോ. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇല്ലേ. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 6 ഇത് ഗ്ലോബലി സാധാരണ പൊതുവെ മാരുതി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കളിയാക്കുന്ന ഒരു കാര്യം സേഫ്റ്റി റേറ്റിംഗ് ആണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ മോഡലാണ്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് മാരുതി വേൾഡ് വൈഡ് ഇറക്കിയ ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ സേഫ്റ്റിയിൽ നോ കോംപ്രമൈസ്. സോ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, 6 എയർ ബാഗ് ഉണ്ട്, ലെവൽ 2 ADAS വരുന്നുണ്ട്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ വെന്റിലേറ്റഡ് സീറ്റ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് വണ്ടിയിൽ വരുന്നുണ്ട്.
രണ്ട് വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. പൊതുവെ നമ്മൾ മാരുതി വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇന്റീരിയർ എല്ലാത്തിന്റെ വണ്ടികളുടെയും കമ്പാരിറ്റീവ്ലി സിമിലർ ആണ് അല്ലെ. ഇപ്പൊ ബലേനോ എടുത്താലും ബാക്കിയുള്ള എടുത്താലും സിമിലർ ആണെങ്കിലും ഈ വിറ്റാറയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പുതിയ റിഫ്രഷിംഗ് ആയിട്ട് എന്തെങ്കിലും. പക്ഷെ ഇത് തന്നെയാണ് മറ്റേ ടൊയോട്ട ഇബെല്ല അവര് സെയിം ഇത് ഷെയർ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കുറച്ചുകൂടെ പ്രീമിയം ഒരു ഫീലിംഗ് വരുന്നുണ്ട് അല്ലെ. ഇനി ഇപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഫീച്ചർ എന്തായാലും അത് പറഞ്ഞ സ്ഥിതിക്ക് ഏഡാസിന്റെ പെർഫോമൻസ്, ഏഡാസ് പൊതുവെ യൂസ് ചെയ്യാറുണ്ടോ, അതിന്റെ പെർഫോമൻസിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. കാരണം ഈ ചോദ്യം ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഏഡാസ് ഉള്ള എല്ലാ വണ്ടിക്കാരും ഇപ്പോൾ വിൻസർ അടക്കമുള്ളവരാണെങ്കിൽ എല്ലാവരും പറയുന്ന പ്രശ്നം ഫോർവേഡ് ബ്രേക്കിംഗ് അസിസ്റ്റന്റ്, എമർജൻസി ബ്രേക്കിംഗ് അസിസ്റ്റന്റ്, ഫ്രണ്ടിലൊരു സാധനം അല്ലെങ്കിൽ ഒരു വണ്ടിയോ പട്ടിയോ വല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നാൽ ഉടനെ വണ്ടി സഡൻ ബ്രേക്ക് ഇടും, പുറകിൽ വരുന്ന വണ്ടി വന്ന് ഇടിക്കും. ഇത് സഡൻ ബ്രേക്ക് ഇടാറില്ല. 2 പ്രാവശ്യം ഞാൻ നേരെ ഫ്രണ്ടില് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് വാണിംഗ് കിട്ടി. വാണിംഗ് നല്ല സൗണ്ടിൽ തന്നെ വാണിംഗ് കിട്ടിയതല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് ഞാൻ ബ്രേക്ക് ചെയ്തതാണോ വണ്ടി ബ്രേക്ക് ചെയ്തതാണോ എന്ന് ആക്ച്വലി എനിക്ക് ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത്ര സ്പീഡിലും അല്ലായിരുന്നു. പക്ഷെ എന്തായാലും തൊട്ട് ഇത്രയും അകലത്തില് പൊതുവെ ഏഡാസ് എല്ലാ കമ്പനികളും പറയാറ് ഫോർവേഡ് കൊളിഷൻ വാണിംഗ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് വാണിംഗ് തരുന്നതല്ല, വണ്ടി ചവിട്ടുമ്പോഴത്തേക്കും അതൊരു സഡൻ ഒരു ചവിട്ടായി. അല്ല, അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ നമ്മൾ നല്ല സ്പീഡിൽ പോകണമെങ്കിൽ ഫ്രണ്ടിലെ വണ്ടി സ്ലോ ആക്കുമ്പോൾ നമ്മുടെ വണ്ടി സ്ലോ ആവുന്നുണ്ട്. അത് മേ ബി അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? എല്ലാം ഓണാണ്. ഞാൻ പ്രാവശ്യം ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് നോക്കി, പക്ഷെ വീണ്ടും അടുത്ത സ്റ്റാർട്ടിങ്ങിൽ അത് ഓണായി വരും. ലൈൻ ഡിപ്പാർച്ചർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ലൈൻ ഡിപ്പാർച്ചർ ഒക്കെ എനിക്ക് ആക്ച്വലി അത് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അപ്പൊ എന്ന് വെച്ചാൽ നമുക്കത് പരിചയമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ വണ്ടി പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലെ വണ്ടിന് അതിലേയും പോകും ഇതിലേയും പോകും, 2 ലൈനും മാറി പോകും. ഇത് സമ്മതിക്കൂല. ഇത് ഒറ്റ ലൈൻ. അപ്പോഴാണ് എന്റെ ബ്രദർ അയർലൻഡിലാണ്. അദ്ദേഹം പറഞ്ഞത് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല, അതുകൊണ്ടാ പ്രശ്നം. ലൈൻ മാറുന്നതിന് മുമ്പ് ഇൻഡിക്കേറ്റർ ഇടണോന്ന് പറഞ്ഞു. മതി, നമുക്ക് അടുത്ത വണ്ടിന്റെ ഇൻഡിക്കേറ്റർ ഇട്ടാ പിന്നെ നമ്മളെ തിരിച്ച് ആ ലൈനിലോട്ട് വലിക്കില്ല. ഇല്ല, അതിന് കൺട്രോൾ പിടിക്കില്ല. പിന്നെ അത് നമുക്ക് നേരെ അടുത്ത ലൈനിൽ പോയിട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ആവുമ്പോ അത് വീണ്ടും കൺട്രോളിലേക്ക് മാറും. അപ്പൊ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഇത് വർക്ക് ചെയ്യോ ഇല്ല എന്നെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എയർപോർട്ട് റോഡിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോ ഇതെന്നെ കറക്റ്റ് ലൈനിൽ കൂടെ കൊണ്ടുപോയി. അപ്പോഴാണ് ഫസ്റ്റ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് എങ്ങനെ ഓഫ് ചെയ്യാന്നുള്ളൊരു ശ്രമത്തിലായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഓഫ് ചെയ്യാൻ പറ്റി. ഒരു പ്രാവശ്യം ഓഫ് ചെയ്തിട്ട് നമ്മൾ നോർമൽ വണ്ടി ഓടിക്കുന്ന പോലെ പോയി. പക്ഷെ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ വീണ്ടും ഇത് ആക്റ്റീവ്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇൻഡിക്കേറ്റർ ലൈൻ മാറണമെന്നുള്ള ഒരു ഉപദേശം കിട്ടിയോടുകൂടി ആ പ്രശ്നം തീർന്നു. വിൻസറിലുള്ളതാണ്. അതായത് ഇപ്പൊ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ ഓഫ് ആക്കി ഇട്ടാലും അടുത്ത തവണ സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും വീണ്ടും ഏഡാസ് ഓൺ ആയി വരും. അപ്പൊ ഇതില് ഏഡാസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ വരുമ്പോഴാണ് ഈ ഇടി കിട്ടുന്നത്. അപ്പൊ അത് ഈ ഒരു മിനിമം സ്പീഡ് ഇല്ലെങ്കിൽ അതൊന്നും ആക്ട് ചെയ്യില്ല കേട്ടോ. മിനിമം സ്പീഡിൽ പോകുമ്പോഴാണ് അതൊക്കെ കൺട്രോളിലേക്ക് വരുന്നത്. നമ്മളൊരു ബ്രേക്കിൽ കാല് വെക്കുകയോ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ആ ലൈൻ കൺട്രോളും ഇതൊന്നും വർക്ക് ചെയ്യില്ല. ഇനി എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ തോന്നിയ പോരായ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ. ആകെ 2000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ബാക്കിലെ AC കുറച്ചും കൂടെ വെന്റിലേഷൻ അല്ലെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റ് എന്നുള്ളത് 4 സീറ്റിലും വെക്കാമായിരുന്നു ഒരിതുണ്ട്. പിന്നെ ഇതിന്റെ ഞാൻ ഇപ്പൊ അതിശയത്തോടു കൂടി കാണുന്ന ഒരു കാര്യം, ഇതിന് സ്പെയർ വീൽ ഉണ്ട്. സാധാരണ ഇപ്പൊ ഞാൻ XL6 ഒരു സ്പെയർ വീല് കിട്ടിയത് എനിക്ക് നോർമൽ വീലായിരുന്നു കിട്ടിയിരുന്നത്. അപ്പൊ ഞാനൊരു കംപ്ലൈന്റ് പോയാലെന്ന് ആലോചിച്ചു. കംപ്ലൈന്റ് പോകാൻ വേണ്ടി അതിന്റെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോ സ്പെയർ വീല് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു റൂളാണ് ഇപ്പൊ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിർബന്ധം ഉണ്ടാവില്ല, ഒരുപാട് ബ്രാൻഡുകൾ അതുകൊണ്ട് തന്നെ സ്പെയർ വീല് സ്റ്റാൻഡേർഡ് സൈസും ആയിരിക്കില്ല ഈ സാധനം. നമ്മുടെ വണ്ടിയുടെ സൈസിലായിരിക്കില്ല സ്പെയർ വീല് കിടക്കുന്നത്. ആ സ്പെയർ വീലിന്റെ ഉപയോഗം ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് നെക്സ്റ്റ് വർക്ക്ഷോപ്പ് വരെ പോയി മാറ്റിയിടാനാണ്. അപ്പൊ ഇതിനകത്തൊരു സ്പെയർ വീൽ ഉണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ് ഒന്ന്. അതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് ബൂട്ട് സ്പേസ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, ആ ഡെപ്ത് എല്ലാം കൂടെ വരില്ലല്ലോ. അതെ, എല്ലാം കൊണ്ട് വെച്ചും വരില്ല. പക്ഷെ സ്പെയർ വീൽ ഉള്ളതാണ് കൂടുതലും നല്ലത്. വേറെ പിന്നെ മെച്ചപ്പെടുത്തേണ്ടതായിട്ട് തോന്നിയ ബാക്കിയെല്ലാം ഓക്കെയാണ്. എനിക്ക് ഈ വാഹനത്തിൽ ഒരു പോരായ്മയായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഇൻ ജനറൽ ഞാൻ ഇന്നലെയും കൂടെ സംസാരിച്ചപ്പോഴത്തേക്കും പലരും പറഞ്ഞ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് പുറമേ കാണുന്ന വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു സ്പേസ് റിയറിലില്ല എന്നുള്ളത്. അതെനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പക്ഷെ കൂടുതലുള്ളതായിട്ടാണ്. പക്ഷെ എനിക്കത് ഫീൽ ചെയ്തു. ഞാനത് ഒരു സെക്കൻഡ്, ഞാനൊരു 3-4 മാസം മുമ്പ് ലുലു മാളിൽ ഇവരെ ഡിസ്പ്ലേക്ക് വെച്ച ടൈമിൽ വണ്ടിയുടെ റെയറിൽ ഞാൻ കയറി ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് പുറമേന്ന് കാണുന്ന ആ വലിപ്പം വെച്ചിട്ട്
എനിക്ക് റെയർലെസ് സ്പേസ് ഒരു കുറച്ച് പോരാത്തതായിട്ട്, ഇനി പോരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പേസ് ആവാമായിരുന്നു. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ നടത്തിയപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഗ്ലോബൽ ഒരു EV പ്ലാറ്റ്ഫോം ആയിട്ട് ഉദ്ദേശിച്ച് തന്നെയാണ് അവർ ഡെവലപ്പ് ചെയ്തത്. പക്ഷെ അവര് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും മറ്റ് ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ പ്യുവർലി EV പ്ലാറ്റ്ഫോമിൽ വരുന്ന ആ ഒരു സ്പേസ് അഡ്വാൻറ്റേജ് മാരുതിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് എനിക്കും തോന്നി, പേഴ്സണലി കുറെ പേര് പറഞ്ഞിരുന്നു. ചേട്ടൻ്റെ ഇതിന്റെ ഡോർ തിക്നെസ് കണ്ടിട്ട് കുറച്ച് ബാക്കിയുള്ള വണ്ടികൾ കുറച്ച് കൂടുതലുണ്ട്. ആ ഡോറിന്റെ വെയിറ്റും കൂടുതലാണ്. ഡോറൊക്കെ അടയ്ക്കുമ്പോൾ പണ്ടത്തെ അംബാസഡർ അടയ്ക്കുന്ന സോഫ്റ്റ് ആയിട്ട് അടച്ചാൽ മതി, അതങ്ങനെ അടഞ്ഞോളും. സാധാരണ മറ്റു മാരുതി വണ്ടികൾക്ക് നമ്മൾ വലിച്ചടക്കേണ്ട ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഡോറാണ്. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞായിരിക്കും. പക്ഷെ 4 സെന്റിമീറ്റർ XL6-നേക്കാളും സൈഡ് കൂടുതലുണ്ട്. ആ സൈഡ് എനിക്ക് തോന്നുന്നു ഡോറിൽ പോയിട്ടുണ്ടാവാം. പക്ഷെ 3 സീറ്റ് ഉള്ളെങ്കിലും 4 പേർക്ക് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ 4 പേര് ബാക്കിൽ കയറി സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നതായിട്ട് ഫീല്. അപ്പൊ അത് കയറി ഇരിക്കുന്നവർ പറയുന്നത് നല്ല സ്ഥലം ഉണ്ടല്ലോ എന്ന്. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പുറമേ നോക്കുമ്പോൾ വണ്ടിക്ക് അത്രയും വലിപ്പമുണ്ട്. നമ്മൾ കാണുമ്പോൾ അതിന്റെ റോഡ് പ്രസൻസും വണ്ടി വലിയ വണ്ടി തന്നെയാണ്. ബട്ട് ബാക്കിൽ ഞാൻ കയറി ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് കുറെ കൂടെ സ്പേസ് ആവാം. മേ ബി ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ വിൻസർ അതുപോലെയുള്ള വണ്ടികൾ യൂസ് ചെയ്തുകൊണ്ട് തോന്നിയതായിരിക്കാം. പക്ഷെ ഇതൊരു ജനറലി ഞാൻ കണ്ടൊരു കമന്റ് ആണ് യൂട്യൂബിലാണെങ്കിലും ഒക്കെ ആയിരിക്കാം. കാരണം നമ്മള് ഞങ്ങൾ 4 പേരാണ് യാത്ര ചെയ്യുന്നത്. കുട്ടികൾ 2 പേര് ഇരുന്ന് കഴിഞ്ഞാൽ സെന്ററിലെ സീറ്റ് മടക്കിയിട്ട് ഹാൻഡ് റെസ്റ്റും ആയി, അവർക്കത് അഡിക്വേറ്റ് ആണ്. പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ 2 പേരും കൂടെ കയറിയാലും നമ്മൾ ഫ്രീ ആയിരുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾക്ക് നല്ല ഓട്ടം ഉണ്ടായിരുന്ന, കുറച്ച് തിക്കായിട്ടുള്ള ഓട്ടം ഉണ്ടായിരുന്ന, ആളുകൾ കൂടുതൽ കയറുന്ന സമയത്ത് അപ്പൊ നമുക്കൊരു കംഫർട്ട് സോണിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഓക്കെ ആയിരുന്നു. ഇനി ഈ പറയുന്ന മെഷർമെന്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു 4-5 വിൻസർ ഓണേഴ്സ് വെച്ചിട്ട് നമ്മളൊരു റിവ്യൂ ചെയ്തിരുന്നു. അപ്പൊ നമ്മള് ഒബ്വിയസ്ലി EV യൂസേഴ്സ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ വണ്ടികളെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞ എനിക്കും തോന്നിയ ഒരു കാര്യം ഈ റിയറിലെ സ്പേസിന്റെ ഒരു കാര്യം മാത്രം. അല്ലാതെ എനിക്ക് വേറെ ഒന്നും തോന്നിയിട്ടില്ല. ബാക്കി എല്ലാം ഒരു പ്രീമിയം ഫീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ പിന്നെ ചേട്ടാ സാറ്റിസ്ഫൈഡ് അല്ലേ കംപ്ലീറ്റ്ലി? പിന്നെ ഷുവർലി ഇതുവരെ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ അവരുടെ ഈ കുറച്ച് കാര്യങ്ങൾ അവർ പഠിക്കാനുണ്ട്. അതായത് അവര് എന്താ പറയാ, നമുക്ക് പറഞ്ഞു തരാനായിട്ടില്ല അവര്. അതെ, ഇപ്പൊ പറഞ്ഞു സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയിൽ എന്നുള്ള കാര്യം. അല്ല, ഈ നോർമലി മറ്റ് സർവീസ് സെന്ററിൽ പോണേക്കായും സുഖമാണ് മാരുതിയുടെ സർവീസ് സെന്ററിൽ പോയാൽ. അവർ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ എന്റെ മുൻ വണ്ടികളൊക്കെ എന്താ പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരികയും ഇത്ര എമൗണ്ട് ആവുകയും ആ പറയണേന്ന് ഒരു റൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് വിശ്വാസമില്ലെങ്കിൽ ഇതാണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഈ 1-2 വണ്ടിയല്ലല്ലോ, ലക്ഷക്കണക്കിന് വണ്ടികളല്ലേ ഡെയിലി. അപ്പൊ ആ ഒരു വിശ്വാസം മാരുതി സർവീസിനോട് എനിക്കുണ്ട്. നമ്മളീ മെഡിക്കൽ കോളേജിൽ പോകുന്നതും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരുപാട് ആൾക്കാർ കാണാൻ അറിയുന്നത് മാരുതി സർവീസിൽ ഇഷ്ടം പോലെ വണ്ടികളല്ലേ സർവീസ് ചെയ്യാനല്ല. അപ്പൊ എന്തായാലും റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വണ്ടി മേടിച്ച അന്ന് എന്റെ ഹൗസിംഗ് കോളനിയില് 3 പേര് വന്ന് എൻക്വയറി ചെയ്തു. 3 പേരും മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ വണ്ടി മാരുതി ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോ എന്റെ സോളാർ വെച്ച ആള് ഈ വണ്ടി സോളാർ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് വന്ന് കണ്ട് ഫീച്ചേഴ്സ് ഒക്കെ നോക്കി ആ സെയിം സർവീസ് 2 എന്റെ അടുത്ത വീട്ടിലുള്ള പുള്ളിക്കാരനും മാരുതിയുടെ വണ്ടി നോക്കി നിൽക്കുകയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇപ്പൊ ടാറ്റയുടെ വണ്ടി എടുക്കുന്ന ഒരാൾക്ക് ഇത് എടുക്കാം, നെക്സൺ എടുക്കുന്ന ആൾക്ക് ഇത് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ചേട്ടന്റെ എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ 8 കൊല്ലം വെഹിക്കിൾ വാറണ്ടി ഉണ്ട്, 8 കൊല്ലം ബാറ്ററി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചേട്ടന്റെ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ് എന്താണ്? എത്ര നാള് യൂസ് ചെയ്യാം? നോർമലി ഞാൻ ഒരു 5-6 കൊല്ലമാണ് ഒരു വണ്ടി യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിപ്പോ എന്തായാലും 8 കൊല്ലത്തേക്ക് ലോൺ ഉണ്ട്. 8 കൊല്ലം വരെ വാറണ്ടി ഉണ്ട്. 8 കൊല്ലം എന്തായാലും യൂസ് ചെയ്യും. 8 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറണ്ടി 8 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പറഞ്ഞേക്കണ എന്തോ 60% ബൈബാക്ക്. അത് 3 ഇയറോ 5 ഇയറോ ഒക്കെ കിട്ടില്ല. അപ്പോഴേക്കും ഈ ടെക്നോളജിക്ക് മാറി നല്ലൊരു ടെക്നോളജിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹൈ ടെക്നോളജിയിലുള്ള വണ്ടി ഇറങ്ങിയിട്ടുണ്ടാവും. കാരണം ഞാൻ വണ്ടി ഇറങ്ങുമ്പോ ഈ EV വണ്ടികൾ ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നത് ഒരു 10 കൊല്ലം കഴിയാതെ ഞാൻ വണ്ടി മേടിക്കത്തില്ല എന്നാണ്. കാരണം അന്നത്തെ വണ്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജിങ് ടൈം കൂടുതൽ,
ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ കുറവ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ വേറെ ചാർജിങ്ങിന്റെ ഒരു കാര്യം പറയുമ്പോ ഇപ്പൊ ഈ മാരുതിയുടെ വണ്ടികൾ മാരുതി സെന്ററുകളിൽ ചാർജ് ചെയ്യാം. അത് വേറൊരു വണ്ടിക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. നിങ്ങൾ പറയും MGയുടെ വണ്ടി MGയുടെ സെന്ററിൽ ഇറങ്ങി. എത്ര സെന്റർ ഉണ്ട് MGക്ക്? അതെ, മാരുതിക്ക് അതിന് മാത്രമുള്ള നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പൊ ഇവിടെ കളമശ്ശേരിലും ഉണ്ട്, പത്തടിപ്പാലത്തും ഉണ്ട്, തൊട്ടപ്പുറത്ത് വാഴക്കാലുണ്ട്. മാരുതി ഓരോ ഡീലർഷിപ്പിൽ ഒരു ചാർജർ വെച്ചാൽ തന്നെ വെക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തപ്പോ നിലമ്പൂര് ചെന്ന് കഴിഞ്ഞപ്പോ നിലമ്പൂര് പെരിന്തൽമണ്ണ AVR എന്നാണ്, അവിടെ ചാർജർ ഉണ്ട്. തൊട്ടപ്പുറത്ത് അവരുടെ സർവീസ് സെന്ററിലും ചാർജർ ഉണ്ട്, അവരുടെ ഷോറൂമിലും സർവീസ് സെന്ററിലും ചാർജർ ഉണ്ട്. മാരുതി വരാൻ വേണ്ടിട്ടല്ലേ കുറെ ആളുകൾ ഈ പറയുന്ന പോലെ മെയിറ്റ് ചെയ്തിരുന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ നമ്മള് മലപ്പുറത്ത് നിന്നാ ചാർജ് ചെയ്തത്. മലപ്പുറത്ത് KR മൊബൈൽസ് എന്നാണ്, ഓട്ടോമൊബൈൽസ് എന്നാണ്. അവരുടെ അരീനയിലും ഉണ്ട്, നെക്സയിലും ചാർജിങ് ഉണ്ട്. അരീനയിൽ അപ്പൊ എന്ത് ഫംഗ്ഷൻ നടക്കണോണ്ട് നമ്മൾ നെക്സല്, അപ്പൊ അവരുടെ അരീന ഷോറൂമുകളിലും നെക്സ ഷോറൂമുകളിലും ഈ സാധനം വെക്കുകയാണ്. ഇഷ്ടം പോലെ ഷോറൂമുകളും ഉണ്ട്. അതെ, അപ്പൊ നമുക്ക് ഈ ചാർജർ അന്വേഷിച്ച് പോകണ്ട. ഏത് ഹൈ എൻഡ് വണ്ടി എടുത്താലും മഹീന്ദ്ര എടുത്താലും അവരുടെ ഷോറൂമുകളുടെ എണ്ണം കുറവാണ്. അവിടെ ചാർജറിൽ മിക്കവാറും തിരക്കായിരിക്കും. മഹീന്ദ്രക്ക് ആ ഒരു ടാറ്റ വണ്ടി കൊണ്ടുപോയ ഒരു സ്ഥലത്തും ടാറ്റയിൽ നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടത്തില്ല. കാരണം അതിന് മാത്രം ടാറ്റ വണ്ടികളുണ്ട്, ടാറ്റ ഷോറൂം. അല്ല, നമ്മൾ പറഞ്ഞ പോലെ മാരുതിക്ക് അതിന്റേതായ അഡ്വാൻറ്റേജ്. മാരുതിക്ക് ഈ പറയുന്ന പോലെ വലിയ വാസ്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ട്, ഡീലർഷിപ്പുകൾ ഒരുപാടുണ്ട്. ഓരോ ഡീലർഷിപ്പിൽ 2 ചാർജർ വെച്ചാൽ തന്നെ മാരുതി യൂസേഴ്സിന് സുഖമായിട്ട് DC ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ നമ്മൾ പറഞ്ഞു വന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ പറയുമ്പോൾ ഇതിലും അടിപൊളി ടെക്നോളജി വരും എന്ന് പറഞ്ഞു. കുറെ നാൾ മുമ്പ് 200-ഉം 300-ഉം റേഞ്ച് ഉണ്ടായിരുന്ന വണ്ടികൾ ഇപ്പോ ലാസ്റ്റ് ഇറങ്ങിയത് മെർസിഡീസിന്റെ വണ്ടി ഇന്ത്യയിൽ ഇറങ്ങിയത് 780 സംതിങ് റേഞ്ച് ആണ്. BYD ഉപ്പിൽ നിന്നും ബാറ്ററി ഉണ്ടാക്കുന്നുണ്ട്. BYD 10 മിനിറ്റ് കൊണ്ട് 1000 കിലോമീറ്റർ ഓടുന്ന ബാറ്ററി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഇന്ത്യയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇതിന്റെ എന്റെ ഈ വണ്ടിയുടെ കാലാവധി കഴിയുമ്പോഴേക്കും ആ ടെക്നോളജി പെട്രോൾ പമ്പിൽ അടിക്കുന്ന 5 ഇപ്പൊ CNG അടിക്കാൻ വേണ്ടി CNG വണ്ടികളാണെങ്കിൽ ഇപ്പൊ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെ, അതെന്ന് പറഞ്ഞാല് ഈ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആക്കാവുന്ന ടെക്നോളജിയിലേക്ക് വരും അന്നത്തെ കാലത്ത് 10 വർഷം കഴിയുമ്പോഴേക്കും. അപ്പൊ നമ്മൾ വീണ്ടും അപ്പോഴേക്കും അപ്പോഴും ഈ മാരുതിയുടെ സർവീസ് നെറ്റ്വർക്കിന് ആണ് ഇമ്പോർട്ടൻസ്. സർവീസ് നെറ്റ്വർക്കിൽ ഓരോ ഷോപ്പിലും ഓരോ ചാർജർ വെച്ചാലും നമുക്ക് ആവശ്യത്തിനുള്ള ചാർജർ എപ്പോഴും സ്ലോട്ട് ഫ്രീ ആയിരിക്കും. എന്തായാലും ഈ പറയുന്ന പോലെ മാരുതി IC വാഹനങ്ങളിൽ ചെയ്യുന്ന പോലെ തന്നെ ന്യായമായിട്ടുള്ള സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുള്ള നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് എന്റെ എക്സ്പെക്ടേഷൻ. അങ്ങനെയാണ് മാരുതി സെലക്ട് ചെയ്യുമ്പോ നമ്മൾ നേരത്തെ ഈ മറ്റേ IC എഞ്ചിൻ വാങ്ങിക്കുമ്പോ തന്നെ പറയുന്നത് തൊട്ടടുത്ത് 5 കിലോമീറ്ററിനുള്ളിൽ എന്തായാലും ഒരു സർവീസ് സെന്റർ കാണും, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ വിളിച്ച ഈ സാധനം അടുത്ത സർവീസ് സെന്റർ വരെ കൊണ്ടെത്തിക്കാനുള്ള സംവിധാനം കാണും. വൺ ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ EVയുടെ റീസെയിൽ വാല്യൂ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ എന്തായാലും 8 years കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു തോട്ടിനെ കുറിച്ചിട്ട് അഭിപ്രായം? ഞാൻ ഒരു വണ്ടി മേടിച്ചപ്പോഴും റീസെയിൽ വാല്യൂ എന്നൊരു ഓപ്ഷനിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ എന്റെ ഒരു തോട്ട് വണ്ടി മേടിക്കുന്നത് കൊടുക്കാനല്ല, ഉപയോഗിക്കാനാണ് ആണെന്നുള്ളത്. പിന്നെ ആ സിറ്റുവേഷനിൽ വണ്ടി മാറേണ്ട വരുമ്പോഴാണ് മാത്രമേ ഞാൻ ഈ ഇത് കൊടുത്തപ്പോഴും നമ്മൾ അടുത്ത വണ്ടി വാങ്ങിക്കുന്നവരോട് മാക്സിമം എമൗണ്ട് മേടിച്ചിട്ടാണ് ഈ വണ്ടി കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ 3 വണ്ടി മാറിയപ്പോഴും. ഞാൻ ഇത് ചോദിക്കാനുള്ള റീസൺ നോർമൽ സെയിൽസിൽ ഞാനിപ്പോ കഴിഞ്ഞ 2 വണ്ടി നമ്മള് പുറത്തൊരു എൻക്വയറി നടത്തിയിട്ടാണ് റീസെയിൽ ചെയ്തത്. നമ്മൾ ആവശ്യപ്പെടുന്ന എമൗണ്ട് കിട്ടിയാൽ കൊടുക്കും. ഇല്ല, അതിനകത്തൊരു തിയറി എന്ന് വെച്ചാൽ വണ്ടി മേടിക്കുക എന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്. വണ്ടി മേടിക്കുക എന്നുള്ളത് എന്റെ ആവശ്യമല്ല, ആ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ മാത്രം ആവശ്യമാണ് എന്നുള്ളതാണ് എന്റെ പോളിസി. നിങ്ങളൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്, നിങ്ങളുടെ ടാർഗറ്റ് തയ്ക്കാൻ വേണമെങ്കിൽ എന്റെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്തു. അതെ, അപ്പൊ ഞാൻ പറയുന്നതാണ് എന്റെ വില. ഞാൻ ഇത് ചോദിക്കാനുള്ള റീസൺ വേറെ ഒന്നും കൊണ്ടല്ല. കഴിഞ്ഞ ദിവസവും എന്റെ ടീം മാനേജർ, ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചു എന്താ ഈ ഇലക്ട്രിക് വണ്ടിനെ കുറിച്ച് എൻ്റെ അടുത്ത് അന്വേഷിക്കും. കാരണം ഞാൻ യൂട്യൂബ് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ അടുത്ത് അന്വേഷിക്കും. അപ്പൊ ഞാൻ ഇതുപോലെ സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാണ്, വേറെ കൂടെയുള്ള മാനേജേഴ്സ് 2 പേര് പറഞ്ഞു EV എടുത്താൽ റീസെയിൽ വാല്യൂ ഇല്ല എന്നുള്ള. അപ്പൊ ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു IC വാഹനം എടുത്തിട്ട് തിരിച്ചു കൊടുക്കുമ്പോഴും അത്ര ഭയങ്കര റീസെയിൽ വാല്യൂ ഒന്നും ഇല്ല. അപ്പൊ മാരുതിയുടെ വണ്ടിയിലോട്ട് മാറിയത് കൊണ്ട് അത്രയും നല്ലൊരു റീസെയിൽ വാല്യൂ. പക്ഷേ റീസെന്റ് എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ച പുള്ളി ഹൈ റൈഡർ എടുത്തു, 1 കൊല്ലം കൊണ്ട് തിരിച്ചു കൊടുത്തപ്പോൾ 3.5 ലക്ഷം രൂപ നഷ്ടത്തിലാണ് പുള്ളി ആ വണ്ടി കൊടുത്തത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ബട്ട് നമുക്ക് ഈ പറയുന്ന പോലെ
സോളാർ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഓരോ കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുന്ന വണ്ടി EV അല്ലാതെ വേറെ ഏതാ ഉള്ളത്? അതെ തീർച്ചയായിട്ടും. ഇപ്പൊ ഞാനൊരു 16,400,000 കൊടുത്ത് വിൻസർ വാങ്ങിച്ചാലേ ചേട്ടന് 22.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് വാങ്ങിച്ചു. നമ്മൾ ഈ 8 കൊല്ലത്തിനുള്ളിൽ നമ്മളിത് ഉപയോഗിച്ച് ഒരു 1.5 ലക്ഷം 2 ലക്ഷം കിലോമീറ്റർ ആവുമ്പോ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ആ ഫ്യൂവൽ കോസ്റ്റ് സേവ് ചെയ്ത് ലോണ് കാര്യങ്ങളൊക്കെ അടഞ്ഞ് ഓൾറെഡി തീർന്നിട്ടുണ്ടാവും. അപ്പത്തേക്കും ഈ വണ്ടിക്ക് നമ്മൾ മുടക്കിയ പൈസ നമ്മൾ തിരിച്ചു കിട്ടി. ആക്ച്വലി ഈ വണ്ടി ഫ്രീ ആണെന്നുള്ളതാണ് എന്റെ വാദം. അതെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 20,000 റുപ്പീസോളം ഫ്യൂവൽ കോസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്റെ ഷോർട്ട് ട്രിപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. ലോങ് ട്രിപ്പ് ആണെങ്കിൽ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് XL6. എനിക്ക് 19 ഒക്കെ കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. മൈലേജിനെ കുറിച്ച് ചോദ്യമില്ല. അപ്പൊ നമ്മൾ ഈ ഷോർട്ട് ട്രിപ്പ് ആവുമ്പോ നമുക്ക് ഒരു 15 തുടങ്ങി 20 രൂപ വരെ 1.5 തൊട്ട് പെട്രോൾ അടിക്കായിരുന്നു 1000 റുപ്പീസിനെ. അത് E20 വന്നതോടുകൂടി കറക്റ്റ് ആയി. അപ്പൊ 20 രൂപ, ഇത് 20 രൂപ 20 രൂപ ഇങ്ങോട്ട് കൊടുക്കണം. അപ്പൊ എന്റെ ചെലവില് വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. ഒരു 2 ലക്ഷത്തോളം ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് ബ്രേക്ക് ഈവനും കാര്യങ്ങളൊക്കെ ആയാൽ പിന്നെ ഓടുന്ന എല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് ഫ്രീ ആണെന്ന് വേണമെങ്കിൽ 1.3 lakhs ഓടിക്കഴിഞ്ഞാൽ എന്റെ ലോൺ തീരും. അത്ര എമൗണ്ട് നമുക്ക് സേവിങ്സ് ആളുകൾ പലരുടെയും ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ വണ്ടി വാങ്ങിക്കുന്ന തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ല, അത് ഞാൻ ആദ്യം മുതലേ പറയാം. ഇപ്പൊ ഈ ഹീറോ ഹോണ്ടയുടെ വണ്ടി ബൈക്കുകൾ എടുക്കുമ്പോൾ ഹീറോ ഹോണ്ടയ്ക്ക് റീസെയിൽ വാല്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞു വരും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വണ്ടി വാങ്ങിക്കുന്നത് കൊടുക്കാനല്ല, ഉപയോഗിക്കാനാണ്. പിന്നെ നമ്മൾ വരേണ്ട ആവശ്യം വരുമ്പോ ആ സമയത്തേ അത് ആവശ്യം വരുള്ളൂ. അല്ലാതെ ഇന്ന് തുടങ്ങി 10 വർഷം കഴിയുമ്പോൾ ഇത് കൊടുക്കുമ്പോ എന്ത് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്നിപ്പോ പറഞ്ഞേ വണ്ടി കൊടുക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? ഞാൻ പറയാറുണ്ട്, നാളെ നമ്മൾ കണ്ണ് തുറക്കുമോ എന്നുള്ളത് പോലും നമുക്ക് ഗ്യാരണ്ടി. ഞാനതാ പറയാൻ വന്നേ. നാളെ ഞാൻ കണ്ണ് തുറക്കുവോ അല്ലെ ഞാൻ വല്ല കാർഡിയാക് അറസ്റ്റ് വന്ന പോലെ വണ്ടി തട്ടി മരിക്കോ, ഇതിനൊന്നും ഗ്യാരണ്ടി ഇല്ല. അപ്പോഴാണ് ആളുകൾ ഈ പറയുന്ന പോലെ 8 കൊല്ലത്തിന് ശേഷം ബാറ്ററി കംപ്ലൈന്റ് വന്ന എന്ത് ചെയ്യും, 8 കൊല്ലത്തിന് ശേഷം ഈ വണ്ടി കൊടുക്കുമ്പോ എന്ത് കിട്ടും എന്നൊക്കെ ആളുകൾ ആലോചിക്കുക. ശരിയല്ലേ? അങ്ങനെ ഈ പിന്നെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ട് ഒരു കാര്യമല്ല. നിങ്ങൾ ഒരു AC യോ ഫാനൊക്കെ മേടിച്ചാൽ കൃത്യമായിട്ട് രണ്ടാമത്തെ കൊല്ലത്തിന് പിറ്റേ ദിവസം അത് പണി മുടക്കും. ഇത് ജനറലാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം 10-15 വർഷം ഒരു കുഴപ്പമില്ലാതെ ഓടുന്ന വണ്ടികളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മള് ജീവിച്ചിരിക്കുമ്പോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്യാം. അതായത് നമ്മള് 8 കൊല്ലം കഴിയുമ്പോൾ ഇത് റീസെയിൽ വാല്യൂ കിട്ടൂല, അതുകൊണ്ട് ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞ് നിന്ന ഇപ്പൊ ഈ പറഞ്ഞ പോലെ E20 മാറി 20% മാറി 100 എത്തനോൾ ആക്കാൻ പോകുന്നെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡീസൽ വണ്ടികൾ കംപ്ലീറ്റ്ലി ബാൻ ചെയ്ത് ഇൻ ഫ്യൂച്ചർ പെട്രോൾ വാഹനങ്ങൾ ഡൽഹിയിൽ ഇലക്ട്രിക്കൽ ആയല്ലോ. ഫ്യൂവൽ പെട്രോൾ 2028 മുതൽ അവിടെ രജിസ്ട്രേഷൻ ഇല്ല. അപ്പോ അത് നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസവും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങളെ അല്ലെങ്കിൽ ഹൈബ്രിഡ് വാഹനങ്ങളെ ഏറ്റെടുക്കണം. കാരണം ഈ എക്കോ ഫ്രണ്ട്ലി ആണല്ലോ. നമ്മുടെ ഈ വണ്ടിയുടെ റണ്ണിങ് ലൈഫിൽ എന്തായാലും ഇത് എക്കോ ഫ്രണ്ട്ലിയാ. അപ്പൊ ഇത്രയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ പറയാനുള്ളൂ. ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു. പിന്നെ 2000 കിലോമീറ്റർ ആയിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് സർവീസിന്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും അധികം പറയാൻ പറ്റില്ല. ഇന്നലെ ഒരു 2 ദിവസം മുമ്പ് ഈ വിറ്റാര എടുത്ത തലശ്ശേരി എന്നുള്ള ഒരാളെ കളമശ്ശേരി ചായക്കടയിൽ വെച്ച് പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ പറഞ്ഞ 2000 കിലോമീറ്ററിന് ശേഷം പുള്ളിക്കാരന് 7 മൈലേജ് കിട്ടുന്നുണ്ട് പെർ യൂണിറ്റ്. 2000 കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇതായ. നല്ല ഓട്ടം ഉള്ളതാണ്. അപ്പൊ കുറച്ച് ലോങ് ട്രിപ്പ് ഓടുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് കൂടുതൽ കിട്ടും. EV ഫ്യൂച്ചർ ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും EV എന്തായാലും ഫ്യൂച്ചർ. എനിക്ക് എന്റെ വീട്ടിലെ ഉപയോഗം ഇതൊക്കെ കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം 25 മുതൽ 28 യൂണിറ്റ് വരെ എനിക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. 28 അത്ര ഹാർഡാണ്. എന്തായാലും 25 ആണ് ശരാശരി. 25 ഞാൻ വീട്ടിൽ അത്രയും നോർമലി ലാവിഷായിട്ട് കറണ്ട് ഉപയോഗിച്ചിട്ട് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ കറണ്ട് ഉപയോഗിക്കുമ്പോൾ ഒരു 12 യൂണിറ്റ് ആണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ബാക്കി 13 യൂണിറ്റ് കറണ്ട് ഒരു ദിവസമുണ്ട്. ഇത് ഞാൻ ശനിയാഴ്ചയോ ഞായറാഴ്ച ഹോളിഡേയിലാണ് ചാർജ് ചെയ്യാടാറ്. അത്യാവശ്യം അല്ലെങ്കിൽ പകലിടുമ്പോ ഒരാഴ്ചത്തെ 1796 100 യൂണിറ്റ് ഉണ്ട്. ഒരു ഫുൾ ചാർജിനുള്ളത് അതിനകത്തുണ്ട്. എന്റെ ആവശ്യം നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ പുറത്തു പോയി ചാർജ് ചെയ്തില്ല. ഈ ഒരു മാസം കൊണ്ട് ചാർജിങ് ഒക്കെ നെക്സയുടെ ഫ്രീയും സോളാറും കൂടെ കൂട്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ DC ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞാലും 90% കസ്റ്റമേഴ്സ് ഈ പറയുന്ന പോലെ ഡെയിലി 10, 50, 100 കിലോമീറ്റർ താഴെ ഓടുന്നവരാണ്. ഞാനടക്കമുള്ളവര് 50 കിലോമീറ്റർ താഴെ ഓടാറുള്ളൂ. നമ്മളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യുള്ളൂ. വൺസ് ഇൻ എ വൈൽ മാത്രമാണ് നമ്മൾ DC ഫാസ്റ്റ് ചാർജിങ് ശരിയാണ്. ഓട്ടം കൂടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ EV എടുക്കുമ്പോ
ചിലർ എൻ്റെ അടുത്ത് പറയും ഞാൻ ചേട്ടാ EV എടുക്കണമെന്ന് ആരുണ്ട്, പക്ഷെ എനിക്ക് 1000 കിലോമീറ്റർ ഓട്ടുള്ളൂ. ഞാൻ പറയും 1000 2000 EV എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫ്യൂവൽ കോസ്റ്റിൽ ഒരു ഫ്രീഡം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും 2 വീലർ എടുത്ത് അവിടെ വരെ പോണതിന് വരെ ഞാൻ 2 വീലറിലേക്ക് പറയാറില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നേരത്തെ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. അത്ര സമയം ഉണ്ട് എനിക്ക് വീട്ടിൽ വന്ന്. നേരത്തെ നമ്മൾ വരത്തില്ല, നമ്മൾ ഭക്ഷണം കൊണ്ടുപോയി കഴിക്കാൻ. ഇപ്പൊ നമ്മൾ ഒരു ദിവസം രാവിലെ ഭക്ഷണം വയ്ക്കാൻ മടിയാണെങ്കിൽ പോയിട്ട് തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും. ഞാൻ പറഞ്ഞു വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ പിള്ളേർ വീട്ടിലുള്ളപ്പോ ഉച്ചയ്ക്ക് വന്ന് കഴിച്ചിട്ട് പോരെ. അതെ ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഓടുന്നത്. ഞാനൊരു ആക്റ്റീവ് എടുത്ത് 1 കിലോമീറ്റർ അപ്പുറം കടയിൽ പോകാനുള്ളത് വരെ ഞാൻ എന്റെ വണ്ടിയിലാണ് പോകുന്നത്. വണ്ടി ഇടാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം എന്നുള്ളതല്ലാതെ നമുക്ക് ഭയങ്കര ഫ്രീഡം ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഇതിനകത്തുള്ള ഒരു ഫീച്ചർ മൂൺ റൂഫ് ആണ് കേട്ടാ. മൂൺ റൂഫ് അത് സൺറൂഫ് ഇല്ലാത്ത കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ എന്താണ് ഗുണം? ഐ മീൻ ഫുള്ളി ഓപ്പൺ ആവോ അതോ ജസ്റ്റ് ചില്ല് ഓപ്പൺ ആവില്ല. ചില്ല് അവിടെ നിർത്തിയിട്ട് അടിയിലെ ഇത് മാത്രം ഓപ്പൺ ആക്കാം. ഓട്ടോമാറ്റിക് അതല്ല, മാനുവലാണ്. അപ്പൊ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ പിള്ളേർ അത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ആസിക്കൊക്കെ ഇരുന്ന് യാത്ര ചെയ്തോളൂ. ഫോൾഡബിൾ അല്ലേ? ഫോൾഡബിൾ ആണ്. ഫോൾഡബിൾ ഫുൾ. പിന്നെ അതിനകത്ത് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികളുടെ ഇത് കാണിക്കും. എഡാസിന്റെ ഭാഗമാണ്. അത് ഞാൻ ഇന്നലെ എക്സ്പീരിയൻസ് ചെയ്ത്. എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വിസിബിലിറ്റി ഇല്ല എന്റെ നാട്ടിലെ. പക്ഷെ ഇത് റിവേഴ്സ് വരാണെങ്കിൽ ആ വിസിബിലിറ്റി ഇല്ലാത്ത സമയത്തും വണ്ടി വരുന്നുണ്ടെങ്കിൽ ഇത് സെൻസ് ചെയ്യും. എഡാസ് ഉള്ളതിന്റെ ഗുണം എന്നുവെച്ചാ ഇത് വണ്ടി കാണണമെന്നൊന്നുമില്ല. അപ്പുറത്ത് 2 സൈഡിലും മതിലാണ്. എനിക്ക് കാണാൻ പറ്റില്ല, ബാക്കിലിരിക്കാണ്. പക്ഷെ പകുതി എത്തുമ്പോൾ തന്നെ അവിടുന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ അത് കാണാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ചേട്ടൻ പ്യുവർലി ഒരു മാരുതി സുസുക്കിയുടെ ഒരു ഫാനാണ്. അതുകൊണ്ട് മാരുതിയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ വണ്ടിയാണെങ്കിലും ഒരു ഗ്ലോബൽ മോഡലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റിയും കാര്യങ്ങളും ഫീച്ചേഴ്സും എല്ലാം വണ്ടിയിലും നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല പ്രീമിയം ആണ്. അതുപോലെ തന്നെ എഡാസ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ആളിപ്പോ വണ്ടി എടുത്തിട്ട് ഒരു 2000 കിലോമീറ്റർ ആയിട്ടുള്ള ഇൻ ഫ്യൂച്ചർ മേ ബി നമുക്ക് കുറച്ചുകൂടെ ഒരു ലോങ് ടേം ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഒരു റിവ്യൂ ആയിട്ട് കാണണം. അപ്പൊ ഇതുവരെ ഹാപ്പിയാണ് ആള്. എന്തായാലും വണ്ടി റെക്കമെൻഡ് ചെയ്യും. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ പറയുന്ന പോലെ മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് മാരുതിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡീലർഷിപ്പ് നെറ്റ്വർക്ക് ആണ്, അവിടെയുള്ളവരെ ചാർജിങ് നെറ്റ്വർക്ക് ആണ്. ഈ IC വാഹനങ്ങൾ പോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവും ഈസിലി സ്പെയർ പാർട്സ് അവൈലബിലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും മാരുതി IC വാഹനങ്ങൾ പോലെ തന്നെ താമസിയാതെ EV വാഹനങ്ങളുടെ മാർക്കറ്റ് വീണ്ടും അവരുടെ കയ്യിൽ തന്നെ ആക്കും. EV മാർക്കറ്റ് ഷെയറും അവർ സ്വന്തമാക്കും. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.